പൊതുവെ റിലീജിയൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചട്ടക്കൂട് തന്നെ, സംശയമില്ല അതിനകത്ത്. റിലീജിയൻ, മതം ഒരു ചട്ടക്കൂടാ, ഒരു ലോയുടെ ഫ്രെയിം വർക്കിനകത്ത് നിൽക്കുന്ന കാര്യമാണ് റിലീജിയൻ എന്ന് പറയുന്നത്. അതിനകത്ത് നോംസ് ഉണ്ട്, റിച്വൽസ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ പറയാ, ആരാധനാക്രമങ്ങൾ, ലിറ്റർജി എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അയാള് രാവിലെ പള്ളിയിലോ അമ്പലത്തിലോ പോകുന്നു, അല്ലെ മോസ്കിൽ പോകുന്നു, അവരുടെ മതപഠനശാലകളിൽ പോകണം, റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നോംസുകൾ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ റിച്വൽസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി റിലീജിയസ് ആകുന്നത് എപ്പോഴാ, ആ മനുഷ്യൻ ജനിക്കുന്നത് ഏത് റിലീജിയനിലാണോ അതാ റിലീജിയസ് ആയി മാറുന്നത്. ഇപ്പൊ ഒരു അനാഥ കുട്ടിയെ ഒരു വഴിയരികിൽ നിന്ന് ഒരു വ്യക്തിക്ക് കിട്ടുന്നു. ആ കുട്ടിയുടെ ജാതിയോ മതമോ ഒന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ ആരുടെ കയ്യിലാണോ ആ കുട്ടി കിട്ടുന്നത്, ആ കുട്ടി അതായി മാറും. ഇപ്പൊ ഒരു ഇസ്ലാം വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ കുട്ടിയെ കിട്ടിയാൽ അദ്ദേഹം ആ കുട്ടിയെ ഇസ്ലാം വിശ്വാസത്തിലേ വളർത്തത്തുള്ളൂ. ക്രിസ്ത്യൻ ഇതിലാണ് കിട്ടുന്നതെങ്കിൽ ക്രിസ്ത്യൻ രീതിയിൽ വളർത്തും. അതായത് നമുക്ക് ചുറ്റിനും എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം എസൻസ് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്നതിൽ നിന്ന് ദൈവത്തെ എങ്ങനെയാണോ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്, ആ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ അനുസരിക്കാൻ തയ്യാറാകണം. ഇതാണ് സഭാപ്രസംഗി പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏതെങ്കിലും ഒരു മതപുസ്തകത്തില് ഇങ്ങനൊരു ആഹ്വാനം ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു സൊസൈറ്റി ഇങ്ങനെ ഒരു ചിലപ്പോൾ ഇതൊരു യൂട്ടോപ്പിയൻ ചിന്താഗതി ആയിരിക്കാം, അങ്ങനെയെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. നിയമം ഏറ്റവും കൂടുതലുള്ള രാജ്യമാണോ നല്ല രാജ്യം, നല്ല മനുഷ്യർ? നിയമമേ ഇല്ലാത്ത രാജ്യമാണോ നല്ലത്, അല്ലെങ്കിൽ മനുഷ്യർ? ഒരു സ്ഥലത്ത് നിയമം ഉള്ളത് കൊണ്ട് അവർ അനുസരിക്കുകയും മറ്റൊരു സ്ഥലത്ത് നിയമം ഇല്ലെങ്കിലും അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. ഏത് രാജ്യത്തെ ആളുകളെയാ മോർ സിവിലൈസ്ഡ് ആയിട്ട് നമ്മൾ കാണുന്നത്? എന്തുകൊണ്ടാ കൊല്ലാത്ത? ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇവനിപ്പൊ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ അങ്ങ് കൊന്നു കളയണം നമുക്ക് തോന്നും. തീർച്ചയായിട്ടും നമ്മൾ കൊല്ലാത്തത് പേടി കൊണ്ടാണ്. പേടി കൊണ്ടാണ്. എന്നാൽ ഒരു മനുഷ്യനെ കൊല്ലാൻ എനിക്ക് അധികാരമില്ല, അയാളുടെ ജീവനെ എടുക്കാനുള്ള അവകാശം എനിക്കില്ല, അയാൾ എങ്ങനെ ആയിക്കോട്ടെ എനിക്ക് അതിനുള്ള അവകാശമില്ല എന്നൊരു മനുഷ്യൻ നിയമമില്ലാത്ത ഇടത്തും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തി എങ്ങനെയുള്ള ആളായിരിക്കും ഞാൻ ചോദിച്ചത്. ഒരു ഹയർ ലെവലിൽ നിൽക്കുന്ന ആളായിരിക്കും തീർച്ചയായിട്ടും. നമ്മൾ നിൽക്കുന്ന രാജ്യങ്ങളിലും നിയമം ഉണ്ടായിട്ടും കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു പരിധി വരെ ഇതിനെ തടഞ്ഞു നിർത്തുന്ന നിയമം തന്നെയാണ്. പക്ഷെ ഇപ്പൊ സേതു പറഞ്ഞതുപോലെ I don't have that right and it is not right to do that എന്നൊരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ, നിയമമില്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന്, അതെ, ഉള്ളിൽ നിന്നത് തോന്നുകയാണ്. ഇപ്പൊ സബിചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ 10 കൽപ്പനകളെ കർത്താവ് വന്നപ്പോ 2 കൽപ്പനകളിലേക്ക് ചുരുക്കി. ആ കൽപ്പന സ്നേഹമാണെന്ന് സബിചേട്ടൻ പറഞ്ഞു. സബിചേട്ടൻ പറഞ്ഞത് ബൈബിളിൽ നിന്നാ, യേശു അത് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും യേശു, ഞാനൊരു പോയിന്റിലേക്കാണ് വരുന്നത്, അതിനെ ഇങ്ങനെ കൊണ്ടുവന്നാലേ ശരിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിജക്ട് ചെയ്യപ്പെടും, കാരണം മനുഷ്യൻ അതിലേക്ക് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ യേശുവിനോട് വന്ന് ചോദിച്ചു, ഗുരു ഏറ്റവും വലിയ കൽപ്പന ഏതാ? അവൻ അറിയണം, എന്നിട്ട് ആ കൽപ്പന ചെയ്യാൻ വേണ്ടിയാ, അത് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കണമല്ലോ. യേശു പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ എന്ത് ചെയ്യുക? സ്നേഹിക്കുക, ആരാധിക്കുക. എന്നിട്ട് യേശു തിരിച്ചു പറയാ, 2ാമത്തെ കൽപ്പന ഒന്നും ഉണ്ട്, അത് 1ാമത്തേനോട് സമമാകുന്നു, നിന്നെ പോലെ നിന്റെ സുഹൃത്തിനെ, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എന്നിട്ട് യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യമായി യേശു കണ്ടിന്യൂസ് ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക, സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഈ 2 കൽപ്പനകൾക്കകത്ത് ഒതുങ്ങിയെന്ന്. അപ്പോ 10 കൽപ്പനകൾ നമ്മൾ എടുക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ കൂട്ടുകാരന്റെ മുതലിനെയോ കാളയോ ഭാര്യയോ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അസോസിയേറ്റ് ആയിട്ട് 608 കൽപ്പനകൾ വേറെ ഉണ്ട്. 600 മുകളിൽ, കറക്റ്റ് ഞാൻ ആക്യുറേറ്റ് ആയിട്ട് പറയുന്നത് 600 മുകളിൽ കൽപ്പനകൾ ലേവ്യ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. കൽപ്പനകളാ, തിരിയരുത്,
അങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ടായി ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു എയ്ത്തീസിനേക്കാളും എന്ത് ഫ്രീഡം ഇല്ലായ്മ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫ്രീഡം ഇല്ലായ്മ ഉണ്ട്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നോക്കരുത്, പിടിക്കരുത്, തുടരുത്, ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. ഈ റെസ്ട്രിക്ഷൻസ് 600-ന് മുകളിൽ ലേവ്യ പുസ്തകത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. ആരാധന സംബന്ധമായി, സമൂഹ സംബന്ധമായി, രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് എഴുതി കൊടുത്ത് ഞാൻ ചോദിക്കുന്നത്, ഒരു റോബോട്ടിനെ ഒരു സയന്റിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ റോബോട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? ആ റോബോട്ടിന്റെ ഉള്ളിലേക്ക് ചില കമാൻഡ്സ് അല്ലെ, കമാൻഡ് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ കൊടുക്കുകയാണ്. ആ പ്രോഗ്രാം അനുസരിച്ചാണ് ഈ റോബോട്ട് ചലിക്കുന്നതെങ്കിൽ അതാണല്ലോ മനുഷ്യനും റോബോട്ടും തമ്മിലുള്ള വ്യത്യാസം. അവന് എന്തില്ല, സെൽഫായിട്ട് തിങ്ക് ചെയ്യാനുള്ള കഴിവില്ല. എന്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നോ അത് ചെയ്യും. ശരിയല്ലേ? അപ്പം അങ്ങനെ ചെയ്യുന്നതും ഒരു മനുഷ്യൻ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ ചോദിച്ചോട്ടെ, പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റോബോട്ട് ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്താൽ ഷുഡ് വി ഗോ ആൻഡ് അപ്രീഷിയേറ്റ് ദാറ്റ് റോബോട്ട്? എന്റെ ചോദ്യം. എടാ മോനെ, നീ സൂപ്പറാ കേട്ടോ, നീ മിടുക്കനാ കേട്ടോ, നീ എന്ത് ആക്യുറേറ്റ് ആയിട്ടാ ചെയ്ത് നമ്മൾ പറയോ? ഇല്ല, പ്രോഗ്രാം ചെയ്തവനാ അവൻ തലയുള്ളവനാന്നേ പറയത്തുള്ളൂ. എന്തിനൻ മൂവിക്കകത്ത് ചിട്ടി റോബോട്ടിനെ ഉണ്ടാക്കാൻ നമ്മുടെ വസീകരൻ ചെയ്ത് അതിന്റെ ന്യൂറൽ സ്കീമയൊക്കെ വേണമെന്ന് പറഞ്ഞ് നടക്കുകയാണ് ബോറ എന്ന് പറയുന്ന പുള്ളിയുടെ പ്രൊഫസർ. കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ബോറ ഒരെണ്ണത്തെ ഉണ്ടാക്കിയിട്ട് ഗണ്ണെടുക്കാൻ പറയുമ്പോ അവൻ ബണ്ണാ ചെന്നെടുക്കുന്നത്. ഇപ്പൊ പ്രോഗ്രാമിങ് ശരിയല്ല. അപ്പൊ പുള്ളി പറയുന്നുണ്ട്, ഞാൻ ഗണ്ണെടുക്ക സൊല്റ, നീ ബണ്ണെടുക്കറെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക. അപ്പൊ ഈ പ്രോഗ്രാമിങ്, അതും ഈ പറയുന്ന പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകത്തിനകത്തുള്ള നിയമങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ള? ഞാൻ ഒരു പോയിന്റിലേക്കാ വരുന്നത്. എനിക്ക് അതിനകത്തൊന്ന് ഇനി ഡിറൈവ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ചോദിക്കുന്നത്, എന്ത് വ്യത്യാസമുള്ള? എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ അനുസരിക്കുന്ന കുട്ടിക്കൊരങ്ങന്മാരായിട്ടുള്ള മനുഷ്യർ, ഇവരുടെ ഉള്ളിൽ ഇത് അനുസരിക്കുവാനുള്ള ഒറിജിനൽ ഡ്രൈവ് ഉണ്ടാകുന്നില്ല. ഒറിജിനൽ ഡ്രൈവ് ആണ് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ പറയുന്നത്, എടാ മോനെ, നിനക്ക് സ്നേഹമുണ്ട്, നീ ഇതെല്ലാം അനുസരിച്ചോളൂ. അപ്പം ഞാൻ എൻ്റെ അച്ഛനെ അനുസരിക്കുക, എൻ്റെ അച്ഛനിൽ നിന്ന് പൈസ കിട്ടാനോ, അച്ഛൻ്റെ ഷെൽട്ടറിൽ ജീവിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് എന്തെങ്കിലും ഒരു റിവാർഡ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അച്ഛനെ സ്നേഹിക്കുകയാണെങ്കിൽ ആം ഐ എ ഗുഡ് സൺ? തവിഞ്ചേട്ടൻ പറ, ആണോ? എന്നെ പോലെ ഇത്രയും ഒരു ഓപ്പർച്യൂണിസ്റ്റ് ആയിട്ടുള്ള, വളരെ എന്താ പറയാ, ഒരു സണ്ണെന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയില്ലെന്ന് പറയും മറ്റുള്ളവർ കേട്ടാൽ. കാരണം എന്താ, ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാ? അല്ലെങ്കിൽ ഭയന്നിട്ടായിരിക്കും. എൻ്റെ അച്ഛൻ ഒരു ഭയങ്കരനായിട്ടുള്ള ഒരാളായിരിക്കും, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, അല്ലെങ്കിൽ പേടിപ്പിച്ചാ നിർത്തിയിരിക്കുന്നത്. ആ ഭയം കൊണ്ട് ഞാൻ ഇത് ചെയ്യുക. ഞാൻ ശരിക്കും അച്ഛനെ സ്നേഹിക്കുന്നുണ്ടോ? അച്ഛന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനാണോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് ഞാൻ ആക്ച്വലി ചോദിക്കാൻ വെച്ചൊരു പോയിന്റ് ആയിരുന്നു. അതായത് നമുക്കൊരു ചോദ്യം കിട്ടിയിരുന്നു ഗിൽറ്റിനെ കുറിച്ച്, അതായത് പാപത്തെ കുറിച്ചും ഗിൽറ്റിനെ കുറിച്ചും നമുക്കൊരു ചോദ്യം കിട്ടിയിരുന്നു. അപ്പോ ബേസിക്കലി ആ ക്വസ്റ്റ്യൻ വന്നതിന്റെ റീസൺ, ഗിൽറ്റ് ആണെങ്കിലും ഗിൽറ്റ് എന്തുകൊണ്ട് വരുന്നു? ഇറ്റ്സ് ബിക്കോസ് സംതിങ് വി ഡിഡ് റോങ്, അല്ലേ? ഒരു തെറ്റായ ഒരു കാര്യം ചെയ്തു, അതിനുശേഷം ഉണ്ടാകുന്ന കുറ്റബോധമാണ് നമുക്ക് ഗിൽറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം നമ്മളിപ്പോ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ, നേരത്തെ ചെയ്ത് പറഞ്ഞുള്ള ആ ചട്ടക്കൂടി നിൽക്കുമ്പോൾ പല കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തത്. സോ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ, ഒരു സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, പലപ്പോഴും നമ്മൾ ഓബിയസ്ലി 90% ഓഫ് ദ പീപ്പിൾ ഡു കമ്മിറ്റ് സർട്ടൻ സിൻസ്, അല്ലേ? ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ. അപ്പം അതിനുശേഷം അവർക്കൊരു വലിയ ഗിൽറ്റ് ഉണ്ടാകും. അപ്പം ഞാൻ ആലോചിച്ച ഇതാണ്, അതാണ് ഈ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് ഇതിന് വേണേൽ കൂട്ടിക്കെട്ടാം. അതായത് ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ സേതു ഇപ്പൊ പറഞ്ഞുള്ള സ്നേഹത്തിലേക്ക് വരുമ്പോ, ഇഫ് നമ്മളിപ്പോ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, വെദർ ഇറ്റ് ബി അവർ പാർട്ട്ണർ ഓർ അവർ പേരൻസ് ഓർ അവർ എന്താ പറയാ, നമ്മുടെ സഹോദരങ്ങളോ ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോകുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമോ? ആക്ച്വലി
ഈവൻ ഇഫ് യു ഒരിക്കലും ചെയ്തു. ഈവൻ ഇഫ് യു ഡു സംതിങ്, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് അവരുമായിട്ടുള്ള ബന്ധം, നമുക്ക് അവരെ വിട്ടുപോകാൻ താല്പര്യമില്ല. അവരെ വിട്ടുപോയാൽ പിന്നെ അതെ, നമുക്ക് ഭയങ്കര വിഷമമാണ്. നമ്മൾ ചെയ്തെങ്കിൽ തന്നെ നമ്മൾ എന്താ ചെയ്യുക? തിരിച്ചു ചെന്ന് അവരോട് കൺഫസ് ചെയ്യും, സി എന്റെ കയ്യിൽ നിന്ന് ഒരു കൺഫസ് മിസ്റ്റേക്ക് ചെയ്യും, പറ്റി, ക്ഷമിക്കണം, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം, റീകൺസിലിയേഷന് വേണ്ടി ശ്രമിക്കും. ശ്രമിക്കും. ആ, ഇത് പിന്നെ അത് ചെയ്യാതിരിക്കാനും ശ്രമിക്കും, ഇല്ലേ? ഇഫ് യു ട്രൂലി ലവ് ദം, തീർച്ചയായിട്ടും. ഇഫ് യു, അതായത് നിങ്ങൾ അയാളെ സ്നേഹിക്കുന്നില്ല, ഓക്കെ, ഡസൻ മാറ്റർ എന്നാണെങ്കിൽ ഓക്കെ, യു ക്യാൻ ഗോ ദ അതർ വേ. ആൻഡ് നമ്മൾ ഒരു വട്ടം ചെയ്തു, രണ്ടു വട്ടം ചെയ്തു, മൂന്ന് വട്ടം ചെയ്തു, മൂന്നും നാലും വട്ടം ക്ഷമിച്ചിട്ടും ചെയ്തിട്ടും ഉം. ഈ അദ്ദേഹം ക്ഷമിക്കുന്നു. ഇനി ഒരു വട്ടം കൂടെ ചെയ്താൽ ചിലപ്പോൾ അയാൾ ക്ഷമിച്ചൊന്നും വരില്ല, നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവും, രണ്ടും രണ്ട് അതെ. വഴിക്ക് പോകും. ഇത് നമുക്ക് ആക്ച്വലി വിശ്വാസമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റത്തില്ല. ഐ മീൻ ക്രിസ്ത്യൻ വേയിൽ കേട്ടോ. ഉം, ഉം, മറ്റു മതങ്ങളുടെ പേരിൽ എനിക്ക് പറയാൻ അറിയില്ല. ഇപ്പം ഒരു ഉം. ഒരു ക്രൈസ്റ്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പില് ആൻഡ് ഹിസ് എന്താണ് അതേ ക്രിസ്തുവിന്റെ ക്ഷമ ഏറ്റവും വലുതാവുന്നു നമ്മൾ കാണുന്നത് ബൈബിളിൽ എന്തിനെക്കാട്ടിലും. അതെ. സോ ഉം. അപ്പോ നമ്മൾ ഇഫ് വി ട്രൂലി ലവ് ക്രൈസ്റ്റ്, അങ്ങനെ ഒരു എന്താ പറയാ, നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ കൂടെ വി ഗോ ബാക്ക് ആൻഡ് കൺഫസ് ആൻഡ് ട്രൈ ടു ബിൽഡ് ദാറ്റ് റിലേഷൻഷിപ്പ് അഗെയിൻ. ആൻഡ് നമ്മൾ വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നേ ഉള്ളൂ. അതല്ല, നിങ്ങൾ ആ തെറ്റാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്, ദർ ഇസ് നോ നീഡ് ഫോർ ഗിൽറ്റ് എന്ന് വേണം പറയാം. അപ്പൊ നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രശ്നം അവിടെ നമുക്ക് ഉം. ഉദിക്കുന്നില്ലല്ലോ ആക്ച്വലി. ഇപ്പം ഉം. ഈ 10 കൽപ്പനകൾ സ്നേഹത്തിലേക്ക് ചുരുക്കിയ അതിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഉദാഹരണം പറഞ്ഞത്. അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ല ആക്ച്വലി. ഈ റിലേഷൻഷിപ്പിന്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റില്ല സ്വാതന്ത്ര്യവും ആ, എന്താണ് അതെ. റെസ്ട്രിക്ഷൻസ് വരുന്നത്. ഈ ബൈബിള് മുന്നോട്ട് വെക്കുന്ന ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പേഴ്സണലാണ്. ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാല് ഉം, ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്കൽ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയുന്നത്. ഉം, ഉം, യഥാർത്ഥത്തിൽ ഈ റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹിക്കുന്ന ഒരാളെ എങ്ങനെ വിട്ടുപോകും എന്നുള്ള ആ ഒരു പെയിൻ ഉം, ദൈവത്തിൽ നിന്ന് അകലുമ്പോഴും ഉണ്ടാവും. പിന്നെ സമഞ്ചേട്ടാ, ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ദൈവത്തെക്കുറിച്ച്. ഉം, അതിന്റെ കാരണം, നമ്മളൊരു മനുഷ്യനെ നമ്മൾ ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ അയാളുടെ ആക്ട് മുഴുവൻ നമുക്ക് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ തമ്മിൽ ഒരു സ്നേഹബന്ധമുണ്ട്. ഉം, ഒരു ബ്രദർലി സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു എന്താണ് ടു കറക്റ്റ് മീ, അല്ലെ? ആ തീർച്ചയായിട്ടും. കറക്ഷനെ ആ കറക്ഷനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സബിഞ്ചേനെ കുറിച്ച് എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും എന്നോട് എന്തോ തെറ്റായിട്ടായിരിക്കും. വൈരാഗ്യമുണ്ട്, വൈരാഗ്യമുള്ള പോലെ. ആ അതെ, അതെ. എന്നോട് എന്തോ ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഉം, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്, ഉം, മനുഷ്യർക്ക് ഈ ദൈവം എന്താണെന്നോ ദൈവത്തിന്റെ ക്യാരക്ടർ എന്താണെന്നോ അറിയത്തില്ല, ഉം, സത്യം പറഞ്ഞു. ഉം, ഇതാ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഫ്രീഡം ഒക്കെ അവിടെ നിൽക്കട്ടെ, അടിസ്ഥാനപരമായിട്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഈ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടത്തുള്ളൂ. ഉം, അതല്ലാതെ നമ്മൾ പഴയ നിയമത്തിലോട്ട് നോക്കിയാൽ കൊല്ലുന്ന, അല്ലെങ്കിൽ ശിക്ഷാവിധി ഇറക്കി നശിപ്പിച്ചു കളയുന്ന ഉം, ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ. ഉം, ആരാണെന്ന് ആദ്യം ഈ ദൈവം ആരാണെന്ന് അറിയണം. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് പുത്രനാണ് പിതാവിനെ വെളിപ്പെടുത്തിയത്. ഉം, അപ്പൊ അതിനു മുമ്പ് മോശയ്ക്ക് വെളിപ്പെട്ടത് ആരായിരുന്നു? ഉം, 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 ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? പഴയ നിയമത്തിൽ മുഴുവനും വെളിപ്പെട്ടപ്പോൾ ഉം, പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തി എന്നാ പറയുന്നത്. രണ്ടും ഉം. തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ അബ്രഹാമിന് വെളിപ്പെട്ടു അബ്രഹാം ഉം, ദൈവത്തെ വെളിപ്പെടുത്തി എന്നൊരു വചനമില്ല ബൈബിളിൽ. ഉം, മോശ ദൈവത്തെ വെളിപ്പെടുത്തി എന്നൊരു വചനമില്ല. ഉം, ഏലിയാവ് ദൈവത്തെ വെളിപ്പെടുത്തി എന്നൊരു വചനമില്ല. ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഒരു പ്രവാചകന്മാരും ദൈവത്തെ ഉം, വെളിപ്പെടുത്തിയിട്ടില്ല, ഉം. മറിച്ച് ദൈവം അവർക്ക് വെളിപ്പെട്ടിട്ടേ വെളിപ്പെട്ടതേ ഉള്ളൂ. ഉള്ളൂ. ഉം. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ ഈ പഴയ നിയമം, ഈ പഴയ നിയമം പുതിയ നിയമം എന്താണെന്ന് നമുക്കൊരു പോഡ്കാസ്റ്റ് ചെയ്യണേ. ചെയ്യണം, ചെയ്യണം. യെസ്, യെസ്. ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. ഇവർ ഉണ്ട്, ഉണ്ട്. വിചാരിച്ചിരിക്കുന്നത് ഇത് രണ്ടും രണ്ട് രണ്ടാണ്. നിയമങ്ങളാണെന്നൊക്കെ ഉം, ചിന്തയുണ്ട്. ഉം, നിയമം അല്ല അത്, കേട്ടോ. അത് കവനന്റ് ആണ്, വലിയ ഉം, പ്രശ്നമാണ്. ഉടമ്പടി. അത് ഉം, ആര് മുഖാന്തിരം കൊടുത്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അതെന്താണെന്നറിയാമോ? ഉം, ഈ ഗ്രീക്കിലേക്കുള്ള കൺവേർഷനിലാണ് ഈ നിയമം കയറി വന്നത്.
ഉം, 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 ഉം. ഒറിജിനൽ നമ്മള് എന്താണ് ഹീബ്രു വേർഡിൽ അത് കവനന്റാ. ഉം, ഗ്രീക്കിലേക്ക് വന്നു, പിന്നീട് അത് ലാറ്റിനിലേക്കാണ് ടെസ്റ്റാമെന്റ് ആയത്. അത് പിന്നെ ഉം, ഇംഗ്ലീഷിലേക്ക് വന്നപ്പം ഈ പറഞ്ഞ പോലെ ന്യൂ ടെസ്റ്റ്മെന്റ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് ആയി. ഉം. മലയാളത്തിലേക്ക് അവരത് നിയമമാക്കി അങ്ങ് എടുത്തു. മാറ്റി. അതാ പറ്റി. ഇത് നിയമമല്ല, ഉം, ഇത് കവനന്റാ. ഉം. ഭയങ്കര വ്യത്യാസം. അത് മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറും. തെറ്റിദ്ധാരണകൾ നമുക്ക് മാറും. അതിനെക്കുറിച്ച് അതെ, അതെ. എപ്പോഴേലും സംസാരിക്കാം. സംസാരിക്കാം. അതെ, ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തെ വെളിപ്പെടുത്തിയത് പുത്രനാന്നാ പറയുന്നത്. അപ്പോൾ പുത്രൻ വെളിപ്പെടുത്തി എങ്കിൽ ആ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സ്വഭാവമാ യഥാർത്ഥ സ്വഭാവം. ഉം. സബിൻചേട്ടന്റെ മകൻ അറിയാവുന്നത് പോലെ ഈ ലോകത്ത് വേറെ ആർക്കും ആർക്കും എത്ര അറിയത്തില്ല. ശ്രമിച്ചാലും മനസ്സിലാകത്തില്ല. ഉം. ആ എത്ര ശ്രമിച്ചാലും മനസ്സിലാകത്തില്ല. അപ്പം യഥാർത്ഥത്തിൽ സബിൻചേട്ടന്റെ മകൻ സബിൻചേട്ടനെ സ്നേഹിക്കുമ്പോൾ അച്ഛൻ എന്തിനാ എന്നെ വഴക്ക് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവും. ഉം. എന്റെ അച്ഛൻ എന്തിനാ എന്നെ വഴക്ക് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഉം. പുറത്ത് നിൽക്കുന്നവൻ നോക്കുമ്പോൾ എന്നെ വഴക്ക് പറയുന്നതായിട്ടേ കാണത്തുള്ളൂ, അല്ലെ ബഹളം വെക്കുന്നതായിട്ടേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷിക്കുന്നതായിട്ടേ കാണത്തുള്ളൂ. പക്ഷെ എനിക്കറിയാം ഇത് എന്റെ അപ്പനാ, എന്തിനാ എന്നോട് ഇത് പറയുന്നതെന്ന് ചെയ്യുന്നതെന്ന് എനിക്കേ മനസ്സിലാകത്തുള്ളൂ. ഉം. അപ്പോൾ അങ്ങനെ അതാ പറഞ്ഞേ, പിതാവിന്റെ മടിയിലിരുന്ന പുത്രൻ, മടിയിലെ ബോസമാണ്, ഹൃദയത്തോട് ചേർന്നിരുന്ന പുത്രനാ ലോകത്തിൽ പിതാവിനെ വെളിപ്പെടുത്തിയെന്നാ പറയുന്നത്. ഉം. ഈ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെളിപ്പെട്ട ദൈവത്തെ അല്ല. ഈ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാകുമ്പോൾ മാത്രമേ ബൈബിൾ എന്താണെന്നും ബൈബിളിലെ ദൈവം എന്താണെന്നും ആ ദൈവം മുഖാന്തിരമുള്ള ഈ പറയുന്ന ഫ്രീഡം അടക്കമുള്ള എല്ലാത്തിനെയും ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആദ്യം എന്താണ് ഈ ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ ഏതെങ്കിലും, ഞാൻ എയ്ത്തിസ്റ്റുകളെ പൊതുവായിട്ട് ചലഞ്ചിങ്ങോ വെല്ലുവിളിയോ ഒന്നുമല്ല, ആഹ്വാനം ചെയ്യാണ്. നിങ്ങൾ അൺബയസ്ഡ് ആയിട്ട്, നിങ്ങൾ ഒന്നിനെയും പക്ഷം ചേരാതെ യഥാർത്ഥത്തിൽ ബൈബിൾ പറയുന്ന ദൈവം എന്താണ്, യേശു വെളിപ്പെടുത്തിയ പിതാവ് ആരാണ് എന്ന് പഠിക്കുവാൻ തയ്യാറാണോ? ആണെങ്കിൽ പഠിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പോഡ്കാസ്റ്റിലൂടെ തന്നെ ഒരു സംവാദം നടത്താം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമുക്ക് സംസാരിക്കാം. പക്ഷെ അൺബയസ്ഡ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീർന്ന് ഇതിനെ എന്ത് ചെയ്യണം, എങ്ങനെങ്കിലും ഡിസ്പ്രൂവ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കരുത്. അതിപ്പോ ആർക്കും പറ്റും. സയൻസിൽ ഇവർ പറയുന്ന എത്രയോ കാര്യങ്ങൾ ഡിസ്പ്രൂവ് ചെയ്യുക, ഹൈപ്പോത്തസിസ് അല്ലേ മുഴുവനും. കൂടുതൽ ഹൈപ്പോത്തസിസ് തിയറിയൊക്കെ, ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ, ഈ പറയുന്ന ബിഗ് ബാങ് എന്ന് പറയുന്ന സംഭവത്തിന്റെ തുടക്കം, എന്തുമാത്രം ഹൈപ്പോത്തസിസുകളാണ് നിൽക്കുന്നത്. തിയറി ഓഫ് എവല്യൂഷൻ പോലും കംപ്ലീറ്റ്ലി തിയറിയാണ്, നമുക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. ഇഷ്ടം പോലെ മിസ്സിംഗ് ലിങ്ക്സ് കിടക്കുകയാണ്. അപ്പം കോൺവെർസേഷനിലൂടെ, അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അവിടെയാ ഈ ഫ്രീഡം കിടക്കുന്നത്. ഞാൻ പറയട്ടെ, എയ്ത്തിസ്റ്റുകൾ മുന്നോട്ട് വരുന്ന ഫ്രീഡം എന്താ? സബ്ജക്റ്റീവാ അല്ലെന്ന് ഇവര് പറയട്ടെ. അല്ലെങ്കിൽ അതായത് സബിൻചേട്ടന്റെ അഭിപ്രായത്തില് എന്താ തോന്നിയിട്ടുള്ളത്? അതായത് എയ്ത്തിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം they can do, അതായത് ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരുന്നു, അവിടെ എന്ത് പറഞ്ഞു, എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു, അതെല്ലാം അവർക്ക് ഇവിടെ ചെയ്യാം. ഒന്ന് വരുന്നത് സെക്ഷൽ ഓറിയന്റേഷൻ. That's the first thing they start, exploring. നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. പിന്നെ പലപ്പോഴും പറയുന്നത് ഫെമിനിസം എന്നൊരു കാര്യം അവർ പൊയ്ക്കൊണ്ട് വരും, ഈക്വാലിറ്റി, ഫെമിനിസം. പക്ഷെ ഐ കാൺ ഫൈൻഡ് എനിത്തിങ് എഗ്നിസ്റ്റ് ഫീമെയിൽസ് ഇൻ ബൈബിൾ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോൺട്രഡിക്ഷൻസ് എന്ന് പറഞ്ഞ് കൊണ്ടുവരാം, പക്ഷെ വെൻ യു റീഡ് ഇറ്റ് ഇൻ കോണ്ടെക്സ്റ്റ് യു ക്യാൻ ക്ലിയർലി സീ ദാറ്റ് അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രണ്ട് കാര്യങ്ങൾ ഇവര് പക്ഷെ അത് വായിക്കണ്ടേ ആദ്യം? സോ ഈ രണ്ട് കാര്യങ്ങൾ. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞൊരു തൊട്ട സംസാരിച്ച വിഷയമാണെങ്കിലും ഇപ്പൊ ഇത് ഇവിടെ പറയണമെന്ന് തോന്നി. അതായത് പലപ്പോഴും ഒരാള് നമ്മൾ പറഞ്ഞല്ലോ, അറ്റ് ദ ഏജ് ഓഫ് 20 afterwards when they get into college and go out of their comfort zone, അവിടെയാണ് ഇവർ ഇതെല്ലാം മീറ്റ് ചെയ്യുന്നത്. ആക്ച്വലി അത് സംഭവിക്കണം. ഞാൻ പറയുന്നത് അങ്ങനെ ആവണം, അങ്ങനെ തന്നെ വേണം. നിങ്ങൾ ഇതിന് പുറത്ത് പോകണം, പല പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങൾ അറിയണം, പല രീതിയിലുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ യു കം ബാക്ക് ടു ദ ടെക്സ്റ്റ് ആൻഡ് ദെൻ ഡിസൈഡ്
റീഡ് ഇറ്റ് ഇൻ കോണ്ടെക്സ്റ്റ്, റീഡ് ഇറ്റ് വിത്ത്, അപ്പൊ ചെയ്തു പറഞ്ഞ പോലെ ബയസ് ഇല്ലാതെ ഇത് വായിച്ച് ഇത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക. ഓബിയസ്ലി ഐ ക്യാൻ ടെൽ യു വിത്ത് 100% ഷുവറിറ്റി യു വിൽ ഡെഫിനറ്റ്ലി ചൂസ് ക്രൈസ്റ്റ്. അതെനിക്ക് 100% പറയാൻ പറ്റും. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, പലപ്പോഴും ഇവർ തെറ്റിപ്പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു പ്രോപ്പർ ആൻസർ കിട്ടുന്നില്ല. അത് മാത്രമല്ല പലരും ക്രിസ്ത്യൻ റിലീജിയൻ ലീവ് ചെയ്യുന്നത്, ഞാൻ ക്രൈസ്റ്റിനെ ലീവ് ചെയ്യുന്നെന്ന് പറയില്ല, കാരണം ഇഫ് ദേ ന്യൂ ക്രൈസ്റ്റ് ദേ വുഡന്റ് ലീവ് അറ്റ് ഓൾ, ദാറ്റ്സ് ഫോർ ഷുവർ. സോ ക്രിസ്ത്യൻ റിലീജിയൻ ലീവ് ചെയ്യുന്നത് എന്താ പറയാ, ലെറ്റ്സ് സേ ചർച്ചിലെ തന്നെ കോൺഫ്ലിക്റ്റുകളോ, അല്ലെങ്കിൽ ഒരു പാസ്റ്ററുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളോ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളോ, അല്ലെങ്കിൽ അവര് നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അവര് പഠിപ്പിക്കുന്നതല്ല പ്രകടിപ്പിക്കുന്നത് എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റോ ഒക്കെയാണ് ഒരു പ്രൈമറി റീസൺ ഇവരിലേക്ക് വരുന്നത്. ദെൻ ദേ സ്റ്റാർട്ട് അതിനെ ചുറ്റിപ്പറ്റി ഇതിനെല്ലാം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് കടക്കുകയും പിന്നെ അങ്ങ് ഒരു ഒറ്റ പോക്കാണ് ഒഴിഞ്ഞു. അതാണ് സംഭവിക്കുക ഇവഞ്ച്വലി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലേ? 100%. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് സംസാരിച്ചേ. അപ്പം ഇദ്ദേഹം വിശ്വാസിയായിരുന്ന ഒരു കാലത്ത് അദ്ദേഹമായിട്ട് സംസാരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവര് പറയുന്നത് മുഴുവൻ ഇന്റർപ്രിട്ടേഷൻസാ. എനിക്കത് ഭയങ്കര വിയേർഡായിട്ട് തോന്നി. വിയേർഡെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബൈബിള് വായിക്കും, നിങ്ങളത് വായിക്കും, നിങ്ങൾ റീഡ് ചെയ്തിട്ട് വാ. ഇവര് പറയുന്നത് മുഴുവൻ പാസ്റ്റേഴ്സും അല്ലെങ്കിൽ പ്രസംഗകര് ഒരു വചനത്തെ എടുത്തുകൊണ്ട് അവര് വ്യാഖ്യാനിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവര് സംസാരിക്കുന്നത്. പക്ഷെ ഇവരെ കുറ്റം പറയാൻ പറ്റില്ല, മെജോറിറ്റി അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ചർച്ചകളിൽ തന്നെ ഗസ്റ്റ് പാസ്റ്റേഴ്സ് വരുമ്പോ ഒരു 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 കോണ്ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഒരു സിനാരിയോയെ അവര് പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനങ്ങൾ പലതുണ്ട്. പക്ഷെ അതിന്റെ പുറകിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അത് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റിലേക്ക് കടന്നു പോകും. പക്ഷെ സ്റ്റിൽ അപ്പം അതായിരിക്കും, അതിനൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു തരത്തിൽ പറഞ്ഞ. പക്ഷേ ഈ എന്താ പറയാ, അതിനൊരു ഒരു ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാത്തതാണ് അതിന്റെ റീസൺ എന്ന് തോന്നിയിട്ടുണ്ടോ ഇവർക്ക്? ശരിക്കും പറഞ്ഞാല് ബൈബിളിന് അങ്ങനെ ഒരു വചനത്തിന് പല വ്യാഖ്യാനങ്ങൾ ഇല്ല സത്യത്തിൽ. അത് ഒരു തെറ്റിദ്ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ എങ്ങനെ ഇത് വരുന്നു, വ്യാഖ്യാനങ്ങൾ എങ്ങനെ വരുന്നു? പ്രധാനമായിട്ടും ഈ പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്നവരെല്ലാം കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ടല്ല പ്രസംഗിക്കുന്നത്. അതാണ് ഒന്നാമത്തെ റീസൺ. കോണ്ടെക്സ്റ്റ് മനസ്സിലാകാതെ പ്രസംഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 2, ഏത് ഓഡിയൻസിന്റെ ഇടയ്ക്കാണ് ഇവർ നിൽക്കുന്നത്, ആ ഓഡിയൻസിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ഇതിനെ വളച്ച് സംസാരിക്കുന്നവരുണ്ട്. ആയിക്കോട്ടെ, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണോ, അല്ലെങ്കിൽ ഏത് ഓഡിയൻസ് ഇത് കേൾക്കുന്നത്, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇതിനെ എന്ത് ചെയ്യുന്നു, ഇതിനെ കൊണ്ടുപോകുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതൊരു പക്ഷേ ഇതെങ്ങനെ മനസ്സിലാക്കപ്പെടും, അംഗീകരിക്കപ്പെടും എന്ന് എനിക്കറിയത്തില്ല. ബൈബിളിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് ഇപ്പോൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സംഭവം ബൈബിളിനകത്തുനിന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ എടുക്കാനില്ല. കാരണം പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി ആ വചനങ്ങളെ ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തോ അതാണ് ബൈബിൾ. അപ്പോൾ വ്യാഖ്യാനിച്ച് അതിനകത്ത് നിന്ന് പുതിയൊരു സംഭവം കൊണ്ടുവരിക എന്നതിനേക്കാൾ ഉപരിയായി ആ എഴുതപ്പെട്ട ആത്മാവിൽ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം, അല്ലെ പ്രധാനപ്പെട്ടെന്ന് പറയാം. അതല്ല, ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമല്ലോ, ഒരു വചനം എടുത്തിട്ട് ആ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുതിയതൊന്നും സംസാരിക്കുന്നത്, അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന്. പുതിയതൊന്നും ഇല്ല സംസാരിക്കാൻ പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുള്ളത് അപ്പോസ്തലന്മാരാൽ എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, വൺസ് റിട്ടൺ ഓൾവേസ് റിട്ടൺ എന്ന് പറഞ്ഞ പോലെ, അത് പീലാത്തോസ് എഴുതിയതാ എന്ന് പറഞ്ഞ പോലെ അതിനകത്തൊന്നും മാറ്റാനില്ല. പിന്നെ എവിടെയായി തെറ്റിപ്പോകുന്നേ? കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ 10 പേര്, ഇത് പണ്ട് ഒരാൾ ഒരു ചിത്രം വരച്ചു, ഒരു ചിത്രകാരൻ മോഡേൺ ആർട്ടിൽ ഒരു സംഭവം ഇങ്ങനെ കുത്തി വരച്ചു, 10 പേരുടെ അടുത്ത് കൊണ്ടുപോയപ്പോ 10 രീതിയിലുള്ള കാര്യങ്ങൾ. ഒരാൾ പുലിയെ കണ്ടു അതിനകത്ത്, ഒരാൾ ആനയെ കണ്ടു,
ഒരാള് മുയലിനെ കണ്ടു, കൊരങ്ങനെ കണ്ടു. ഉം. ഈ പുള്ളി ഇതൊന്നും അല്ല ചെയ്ത, പുള്ളി ചുമ്മാ കുറെ മഷി എടുത്തിട്ട് ഇങ്ങനെ കുത്തി വരച്ചത്. ഉം. അപ്പൊ ഇത് എങ്ങനെ കാണുന്നു, ആരാ കാണുന്നത്, ആ ഉം. കാണുന്ന ആളുടെ മാനസികാവസ്ഥ എന്താ, ഉം. അതുപോലെ ഇത് വരുന്നത്. അപ്പൊ ഉം. പ്രശ്നം എന്താ, രവിചന്ദ്രനെ പോലുള്ള ആ എയ്ത്തീസ്റ്റുകളുടെ അപ്പോസ്തലൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന രവിചന്ദ്രനെ പോലുള്ള ആളുകള് ഉം. ഈ ഇന്റർപ്രിട്ടേഷൻ ഉം. എണ്ണമറ്റ വ്യാഖ്യാനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ബൈബിള് തെറ്റാണ്, ഇത് പറയുന്നത് മുഴുവൻ മണ്ടത്തരമാണെന്നൊക്കെ പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം ഇവര് ലോജിക്ക് പറയുന്നു. ഇവര് സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് വെച്ച് കാര്യങ്ങളെ പറയുമ്പോൾ മിനിമം ആ ബൈബിൾ ഒന്ന് വായിച്ച് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി എന്തുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞു. നമുക്കൊരു കോൺട്രോവേഴ്സ്യൽ വചനം എടുക്കാം, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകാം. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. ഇത് ഫെമിനിസ്റ്റുകൾ പൊതുവെ എടുക്കുന്ന ഒരു വചനമാണ്. ഇത് ഉണ്ടോ ബൈബിളിൽ പറഞ്ഞേക്കുന്ന കണ്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ സഞ്ജാനാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് പറഞ്ഞ് 2000 വർഷം മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ മോഡേൺ യുഗത്തിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലെന്ന്, അത് ഔട്ട്ഡേറ്റഡ് ആയി എന്നാ പറയുന്നത്. ഒരു സിംഗിൾ വചനമില്ല. സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മൊറാലിറ്റിയിൽ ഒരു സിംഗിൾ വചനം എടുത്തു കളയാനില്ല. ഞാൻ ചോദിച്ചോട്ടെ, യഥാർത്ഥത്തിൽ റിലേഷൻഷിപ്പിന് വില കൊടുക്കുന്ന ഒരു വ്യക്തി, കർത്താവ് പറയാ വ്യഭിചാരം എന്ന് പറയുന്ന ഒരു വിഷയത്തിലല്ലാതെ 2 പേർ തമ്മിൽ വേർപിരിയരുത്. എന്താ തെറ്റ്? ഇപ്പൊ നമ്മൾ പറയാം ആ വ്യക്തി ടോക്സിക്കാ, ആ വ്യക്തി ടോക്സിക് ആണ്, ശാരീരിക ഉപദ്രവമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായ ഒരു ഒരു പ്രശ്നത്തിന് അടിമയായിരുന്നു, അറിയാതെ കല്യാണം കഴിച്ചതാ. ഇതൊന്നും അല്ല കർത്താവ് പറഞ്ഞേ. അതെന്തുകൊണ്ട് അത് മനസ്സിലാക്കാത്തത്? ഇവര് വിചാരിക്കുന്ന എന്താണെന്നറിയാമോ, തളയ്ക്കപ്പെട്ട് കിടക്കണമെന്നാ. അങ്ങനല്ല അതിന്റെ അർത്ഥം. യേശു പറഞ്ഞത് 2 പേർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇന്റൻസിറ്റിയെ പറയുക. അതിന് പറയുന്നത് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഒരു വിഷയത്തിലല്ലാതെ അതിന് ആ സമയത്ത് പറയാൻ പറ്റുന്ന ഹയസ്റ്റ് ക്രൈം എന്ന് പറയുന്നത്, പാപം എന്ന് പറയുന്നത് വ്യഭിചാരമാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അവിടെ പറയുന്നത്. എന്താ തെറ്റെന്താ? ഞാൻ ചോദിക്കുന്നത് തെറ്റെന്താന്നാ ചോദിക്കുന്നത്. മാനസിക രോഗിയെ കല്യാണം കഴിച്ച് കൂടെ ജീവിക്കണമെന്നോ, ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ജീവിതകാലം മുഴുവൻ സഹിക്കണമെന്നോ പറഞ്ഞിട്ടില്ല ബൈബിളിൽ. ഇതിനെ ഇങ്ങനെ തിരിച്ചു ചിന്തിക്കുക. യേശു ഭൂമിയിലോട്ട് വന്ന്, യേശു ദൈവനീതിയെ ഭൂമിയിൽ നിവർത്തിക്കാനാ കർത്താവ് യേശു വന്ന്. ആ നീതിയെ കർത്താവ് പറയുന്നേ, ആ നീതിയെ കർത്താവ് പറയുന്നേ. 2 പേർ തമ്മിൽ പിരിയണമെങ്കിൽ ഇതായിരിക്കണം റീസൺ. കാരണം അത് വിശ്വാസവഞ്ചനയാണ്. അവിടെ ബന്ധം തകരുകയാണ്. എന്താ തെറ്റ്? നല്ലതല്ലേ പറഞ്ഞു. നമ്മൾ ഇത് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഭയ്ക്കകത്താ. ഇതെങ്ങനെ ഫെമിനിസ്റ്റുകൾക്ക് പ്രശ്നമാകും? സമൂഹത്തിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് ബൈബിള് ഒരു സ്ത്രീയെയും ബൈബിള് വിലക്കുന്നില്ല. ഒരു സ്ത്രീയെയും സമൂഹത്തിൽ മിണ്ടാതിരിക്കാനോ ഉയർന്നു വരാതിരിക്കാനോ സഭ വിലക്കുന്നില്ല. അങ്ങനെയെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനങ്ങൾ എഴുതുമ്പോൾ ഒരു ലേഖനം ഡെഡിക്കേറ്റ് ചെയ്ത് അഡ്രസ്സ് ചെയ്ത് എഴുതുന്നത് തന്നെ, എനിക്കൊന്ന് 2nd എപ്പിസോഡിലാന്ന് തോന്നുന്നു, അഡ്രസ്സ് ചെയ്യുന്നത് തന്നെ ഒരു സ്ത്രീക്കാ. റോമാലേഖനം 16, അതായത് ലാസ്റ്റത്തെ അധ്യായം, ലാസ്റ്റ് ചാപ്റ്റർ. ഞാൻ ഇത് വായിക്കാത്ത സമയമില്ലാത്തതുകൊണ്ടാ, ഒത്തിരി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച നിങ്ങൾ കേൾക്കുന്നവർ വായിക്കാം. റോമാലേഖനം 16 അധ്യായം, റോമൻസ് ചാപ്റ്റർ 16 മുഴുവനും. അതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ആളുകളിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു കോർ ഇഷ്യൂ എന്ന് പറയുന്നത് സഭയ്ക്കുള്ളിലായിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷനുള്ളിലായിക്കോട്ടെ, സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അവരോട് മിണ്ടാതിരിക്കുക. നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് അത് പറയാനുള്ള, അല്ലെങ്കിൽ സഭയിൽ ഇൻവോൾവ് ആകാനുള്ള, വചനത്തിൽ ഇൻവോൾവ് ആകാനുള്ള ഒരു ബുദ്ധിയില്ല, വിവേകമില്ല എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ശരി. നമുക്കിപ്പോ എന്തായാലും ആ ടോപ്പിക്കിലോട്ട് വന്നതുകൊണ്ട് നമുക്ക് അത് തന്നെ എടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഫ്രീഡം ആണല്ലോ നമ്മുടെ വിഷയം. ഇപ്പൊ എന്തായാലും ആ ഒരു വിഷയത്തിലാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയം എടുക്കാം. ശരി,
സഭ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് എന്തായാലും എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഉം. എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വ്യക്തികൾ ഒരുമിച്ച് കൂടിയുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി. അതുകൊണ്ടാണ് നമ്മൾ ഉം. ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കുടുംബത്തെ എടുക്കുന്നത്. ഉം. ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഒരു കവനന്റിനകത്തോട്ട് ചേർന്ന് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഉം. അങ്ങനെയാണ് നമ്മൾ പൊതുവെ സമൂഹം കാണുന്നത്. ഇപ്പൊ ഉം. എത്തീസ്റ്റുകളായിക്കോട്ടെ വിശ്വാസികളായിക്കോട്ടെ ഉം. ഇൻസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനമായിട്ട് കാണുന്നത് കുടുംബത്തെയാണ്. ഉം. 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 അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ബൈബിളിൽ പറയുന്ന ഒരു വചനമുണ്ട്, ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടൊരു വചനം, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ കോൺട്രവേഴ്സ്യൽ ആയിട്ട് കാണുന്ന ഒരു വചനമാണ്, ഉം. ഏത് സ്ത്രീയുടെയും തല പുരുഷൻ. ഉം. പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും. ആകയാൽ ഭാര്യമാരെ ഞാൻ നിങ്ങളോട് പറയുന്നത്, പൗലോസ് പറയാ, ഉം. എല്ലാ ഭാര്യമാരും ഉം. ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. അടങ്ങിയിരിപ്പേ. ഉം. പിന്നെ പ്രശ്നമാ. അതെ, പിന്നെ ബാക്കിയും കൂടെ പറ. ഷാബിൻചാനെ ഞാൻ കുറച്ച് നേരത്തേക്ക് ഒരു ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂയിലേക്ക്, ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ അങ്ങ് ആ വിചാരിക്കാം. ആ, അതെ 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 ഒന്ന് വിമർശിച്ചേ അതെ അതെ പറ, തീർച്ചയായിട്ടും. എന്നെ പരിപാടിയാ അതായത് പറയുന്നേ. അതെ, ഞാനൊരിക്കലും ഒരു പുരുഷന്റെ അടിമയായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ബിലീവ് ഇൻ ജെൻഡർ ഈക്വാലിറ്റി. ഓക്കെ. യെസ് യെസ്. അപ്പൊ അത് അങ്ങനെ. അതെ. അപ്പം പുരുഷന്റെ തല, സ്ത്രീയുടെ തല പുരുഷനാണെന്ന് പറയുന്നു. ഉം. സകലത്തിലും കീഴടങ്ങിയിരിക്കാൻ പറയുന്നു. ഇവര് വിട്ട് കളയുന്ന 2 വചനങ്ങൾ കേട്ടോണം. ഏത് പുരുഷന്റെയും തല ക്രിസ്തു. Yes. Yes. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ക്രിസ്തുവിന്റെ തല ദൈവം. ഉം. ഇനിയും തീർന്നിട്ടില്ല. ക്രിസ്തു ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ. ഉം. കണ്ടോ, എവിടെയാ കമ്പയർ ചെയ്യുന്ന നോക്കണം. ക്രിസ്തു ഉം. പിതാവായ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ നിങ്ങളും സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കുന്നു. ഓക്കെ. കീഴടങ്ങിയിരിക്കുന്നു. ഉം. ഇനി എന്റെ ചോദ്യം, ഇത് തിയോളജിക്കലാ, ക്രിസ്ത്യൻ ഉം. തിയോളജിയാ പറയുന്നത്. ഉം. ക്രിസ്തു പിതാവിന് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ ഉം. ക്രിസ്ത്യൻ തിയോളജിയിൽ ക്രിസ്തുവും പിതാവും പരിശുദ്ധാത്മാവും ഈക്വൽ പൊസിഷൻ കീപ്പ് ചെയ്യുന്നവരാണ്. ഉം. അതായത് ഉം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ദൈവങ്ങൾ എന്നല്ല പറയുന്നത്, ദൈവം. ആ 3 പേരും കൂടെ ചേരുന്ന ദൈവമാണ്. ഉം. ഈക്വൽ പൊസിഷനിലായിരിക്കുന്നത്. ഈക്വൽ പൊസിഷൻ. വചനം ഞാൻ തരാം. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. എന്താ പറയുന്നത്? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, ഈക്വാലിറ്റി മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ. അപ്പൊ ക്രിസ്തു പിതാവിന് മുകളിലാണോ താഴെയാണോ പൊസിഷനിൽ? അങ്ങനെ ഒരു സംഭവമില്ല. ഇവരിങ്ങനെ നിൽക്കുന്നത്, പാരലായിട്ടാണ് നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങനെ അതിന്റെ സിസ്റ്റം. ഇനി ട്രിനിറ്റിയെ കുറിച്ച് തന്നെ വേണോ ഒരു പോഡ്കാസ്റ്റ്? നമുക്ക് ചെയ്യാം. അത് തിയോളജിക്കലി ആയതുകൊണ്ടാണ്, അത് അക്കാഡമിക് ആയിപ്പോ, അതുകൊണ്ടാണ് അതിനെ കുറിച്ച് സംസാരിക്കുക. അത് അവിടെ നിൽക്കട്ടെ. ഇനി ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബന്ധത്തെ കുറിച്ച് പറയുക. അപ്പൊ ഇതിനെ എവിടെ കൊണ്ടാണ് ഇവര് പൗലോസിനെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത് നോക്കണം. ക്രിസ്തു ദൈവത്തിന് എപ്പോഴാ കീഴടങ്ങി? ഒരു പർപ്പസിന് വേണ്ടിയാ, ആണോ അല്ലയോ? There is a purpose. ഒരു പർപ്പസ് വന്നപ്പോൾ ക്രിസ്തു ദൈവത്തിന് എന്ത് ചെയ്തു? കീഴടങ്ങി. ഓക്കെ. അങ്ങനെയെങ്കിൽ അതുപോലെ സ്ത്രീയോട് പുരുഷന് കീഴടങ്ങാൻ പറഞ്ഞാൽ there is a purpose behind that. അതിന്റെ അർത്ഥം ഈക്വൽ അല്ലെന്ന് അതാ പറയുന്നത്. ക്രിസ്തു ദൈവത്തിന് കീഴടങ്ങിയപ്പോൾ ക്രിസ്തു ദൈവത്തെക്കാൾ 2-ാം ദൈവമായോ താഴെ പോയോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ തിയോളജിക്കലി അല്ലാന്ന അർത്ഥം, അല്ലാന്ന ഉത്തരം. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണത്തിനെതിരാത്. സഭ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും, സഭ എത്രയോ സ്ഥലങ്ങളിൽ ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും കൈവിട്ട് കളയാത്തതാ നിക്കാ വിശ്വാസ പ്രമാണം. അതിൽ ഈക്വൽ ആണ് ഇവര് 3 പേര്, ഈക്വൽ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. പക്ഷെ ഒരു പർപ്പസിലേക്ക് വന്നപ്പോൾ ജീസസ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ക്രിസ്തു, ജീസസ് എന്നല്ല, ക്രൈസ്റ്റ് എന്ത് ചെയ്തു? പിതാവിന് കീഴടങ്ങി, ആ പർപ്പസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. എന്താണ് പുരുഷനും സ്ത്രീക്കും കൊടുത്തിരിക്കുന്ന പർപ്പസ്? ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം. അതൊരു പർപ്പസാ. ആ പർപ്പസിൽ സ്ത്രീ പുരുഷന് കീഴടങ്ങുക. ഇനി കേട്ടെ, കഴിഞ്ഞിട്ടില്ലേ. ഭർത്താക്കന്മാരോട് പറയുന്നത് ഫെമിനിസ്റ്റുകൾ പറയത്തില്ല. ഒരു ഫെമിനിസ്റ്റ് എങ്കിലും ഇന്നേ വരെ ഈ ചാനലുകളിൽ വന്നിരുന്ന് വെല്ലുവിളിക്കുക, ഞാൻ ഈ കാര്യത്തിൽ ചലഞ്ച് ചെയ്യുക, ഞാൻ ഏതെങ്കിലും ഒരു സിംഗിൾ ഫെമിനിസ്റ്റുകള്, അഭിനവ ഫെമിനിസ്റ്റുകള്, ഫെമിനിസ്റ്റുകൾ എന്ന് നടിക്കുന്നവര് ആരുമായിക്കോട്ടെ,
സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കണം എന്ന് പറയുന്ന വചനം കഴിഞ്ഞിട്ടുള്ള വചനം ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റ് എടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. എന്താ പറയുന്നതെന്ന് അറിയാമോ? ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഉം, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് ജീവൻ കൊടുത്തിട്ടാ. ഉം. True. സോ യു ഷുഡ് ലവ് യുവർ വൈഫ് മോർ ദാൻ യുവർ ലൈഫ്. ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്ന വേറെ ഏതെങ്കിലും ഒരു ഉപദേശം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഉം, ഐ എം ചാലഞ്ചിങ് യു. ഉം. ഭർത്താക്കന്മാരോട് പറയാ ജീവൻ കൊടുത്തിട്ട് സ്നേഹിക്കണമെന്ന്. സൗജേട്ടാ, കീഴടങ്ങിയിരിക്കുന്നതാണോ ജീവൻ കൊടുക്കുന്നതാണോ വലുത്? വലുത്, അതെ. അപ്പൊ വിശ്വനിശ്ചയം, അതെ, അതെ. ടാസ്ക് അപ്പോഴും പുരുഷന് തന്നെ ആ രീതി പറയുകയാണെങ്കിൽ. ഉം, അപ്പൊ ഇക്വാളിറ്റി എവിടെ? ഉം. സ്ത്രീയോട് മരിക്കാൻ പറഞ്ഞിട്ടില്ല പുരുഷന് വേണ്ടി, പക്ഷെ പുരുഷനോട് പറഞ്ഞു സ്ത്രീക്ക് വേണ്ടി മരിക്കണമെന്ന്. ആർക്കാ ടാസ്ക് കൂടുതൽ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ? അപ്പം ഫെമിനിസ്റ്റുകൾ നോക്കുമ്പോൾ കാണുന്ന രണ്ട് വാക്കുകളായി പറഞ്ഞത്, പക്ഷെ ബൈബിൾ അതല്ല പഠിപ്പിക്കുന്നത്. ഇനി കഴിഞ്ഞിട്ടില്ല, ഞാൻ പറയാം. ഇൻസ്റ്റിറ്റ്യൂഷൻ, കുടുംബം ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഏത് എയ്ത്തീസ്റ്റുകളും ഏത് ഫെമിനിസ്റ്റുകളും അടിസ്ഥാനപരമായിട്ട് സോഷ്യോളജി പഠിച്ചിട്ടുള്ള, നമ്മളെല്ലാവരും സോഷ്യൽ സയൻസ് പഠിക്കുന്നവരാ. സോഷ്യോളജിയിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബമാണ്. ഉം. കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബാക്കി എല്ലാം വരുന്നത്, അല്ലേ? മാരേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഇവര് തന്നെ പറയുന്നുണ്ട്. മാരേജ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇനി അതല്ല, ഇപ്പൊ പുതിയ ലിവിങ് ടുഗദറും പരിപാടി ഒക്കെ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ ലിവിങ് ടുഗദർ ആണെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിൽ ഒക്കാതെ നടക്കത്തില്ലല്ലോ. നടക്കത്തില്ല, അതെ. അവിടെ ഇത് ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ആകുക. ഞാൻ പറഞ്ഞോട്ടെ, ഒരു സ്കൂൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? സ്കൂള്, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് ഒരു സ്കൂളിലാ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളിലാ. ഞാൻ അവിടെ ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മുകളില് ഒരു സ്റ്റാഫ് സെക്രട്ടറി ഉണ്ട്, ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ എല്ലാം കൂടെ ഒരു റെപ്രസെന്റേറ്റീവ്. ആ സ്റ്റാഫ് സെക്രട്ടറിക്ക് മുകളില് ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ട്. ആ മാനേജിങ് ഡയറക്ടറിന്റെ മുകളില് ഒരു പ്രിൻസിപ്പൽ ഇരിപ്പുണ്ട്. ഇനി ഇവരെ എല്ലാവരെയും ഒംനീഷ്യൻ വ്യൂവിലൂടെ നോക്കി കാണുന്ന ഒരു മാനേജർ ഉണ്ട്. ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നിട്ട് എനിക്ക് ഇക്വാളിറ്റി വേണമെന്നും പറഞ്ഞ് പ്രിൻസിപ്പളിന്റെ കസേര കയറിയിരുന്നുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു. പറ, റൈറ്റ് ടു ഇക്വാളിറ്റി എങ്ങനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നേ? എങ്ങനെ ഇവർ ഡിഫൈൻ ചെയ്യുന്ന റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ജെൻഡർ ഇക്വാളിറ്റി, ഓക്കെ, സമ്മതിച്ചു. എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത്? ഒരു സ്കൂളിൽ ഈ ഒരു ഉണ്ടല്ലോ. ഇനി സബിൻ ചേട്ടൻ എത്രയോ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ഇല്ലേ ഈ സിസ്റ്റം? തീർച്ചയായിട്ടും. അതിനെ എങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്? അടിമത്തമായിട്ടാണോ? സബിൻ ചേട്ടാ, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ മുന്നോട്ട് പോകും? പക്ഷെ ഇവരതിന് എനിക്ക് തോന്നുന്നു ഇവര് പറയുന്ന വേറൊരു പോയിന്റ്, ഇവരത് പാർട്ടിയാക്കി അസോസിയേറ്റ് ചെയ്താണ് പറയുന്നത്. അതായത് ആ ഒരു, എനിക്ക് തോന്നുന്നത് അത് കുറച്ചുകൂടെ ഇന്ത്യൻ എന്താ പറയുന്ന ഒരു കൾച്ചറുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. പുറത്തു ഇതുണ്ട് ഓബിയസ്ലി, ബട്ട് സ്റ്റിൽ നമ്മളിവിടെ ഒരുപാട് ഭാര്യമാര് അല്ലെങ്കിൽ വീട്ടമ്മമാർ അനുഭവിച്ച ഗാർഹിക പീഡനമൊക്കെ നമുക്ക് ആ നിയമം തന്നെ നിലവിൽ വന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഇവര് ഈ വാക്യത്തെ എടുത്ത് വിമർശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വ്യാഖ്യാനിക്കുന്നത്. അതായത് ശരിയാ, അത് കറക്റ്റാ. അതാണ് അവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, ദൈവം ഉദ്ദേശിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാട്രിയാർക്കി മനുഷ്യന്റെ പ്രോഡക്റ്റ്, ദൈവത്തിന്റെ അല്ല. ദൈവത്തിന്റെ അല്ല. രണ്ടാമത് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. നമ്മളത് ദൈവത്തിന്റെ അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവര് പറയും ക്രിസ്തു ഈസ് എ മാൻ, അല്ലെ? സൺ ഓഫ് മാൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. അതുപോലെ ദൈവത്തിനെ നമ്മൾ ഹി എന്നുള്ള നോൺ വെച്ചാണ് റെഫർ ചെയ്യുന്നത് തന്നെ. അപ്പൊ അവർ അതിനെ അങ്ങനെ അസോസിയേറ്റ് ചെയ്യും. പറഞ്ഞേ ഉള്ളൂ. അതായത് ജെൻഡർ എന്ന് പറയുന്നത്, അതായത് ദൈവത്തെ ഹി എന്നുള്ള രീതിയിൽ ഇത് ചെയ്യുന്നു എന്നുള്ള റിലേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അല്ലെ, നല്ല പോയിന്റ്. എന്തുകൊണ്ട് വൈ നോട്ട് ഗോഡ് എ ഷീ എന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ദൈവത്തിന് ഷീ ആയിക്കൂടാ, ഷീ ആയിക്കൂടാ എന്നൊരു ചോദ്യമാണ്. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്നാന്ന് പറഞ്ഞാല്, ഈ ഉൽപ്പത്തി പുസ്തകത്തില്
ദൈവം വാക്യം എടുക്കണം. മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് ആദം എന്ന് അവർക്ക് പേരിട്ടെന്നാ പറയുന്നത്. അല്ല, അത് മാത്രമല്ല, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നല്ല എഴുതിയേക്കുന്നത്. ആ, രണ്ടായിട്ട് സൃഷ്ടിച്ചിട്ട് അവർക്ക് ആദം എന്ന് പേരിട്ടെന്ന്. അവർക്ക് ആദം എന്ന് പേരിട്ടു. ഇനി കേട്ടോ, ഇനി മുതൽ അവർ രണ്ടല്ല, ഒന്നത്രേ. ഇങ്ങനെ ഒന്നായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഹിയോ ഷിയോ വിഷയമല്ല. ഇതാണ് ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിപ്പം കമന്റ് ബോക്സിൽ ഒരു പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞു കഴിയുമ്പം നമ്മളെ എന്ന് പറഞ്ഞ ഇപ്പൊ ഞാനാണല്ലോ ഈ പോയിന്റ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ടെന്നാക്ക വരുന്നെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കാനുണ്ട്. ഒരുപാട് കളക്റ്റീവ് ഐഡിയോളജിയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്ന് ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് ഇവിടെ വേറെ ആരുമില്ല ക്രിട്ടിസൈസ് ചെയ്ത് പറയാൻ. അതാണ് വേണ്ടത്. കാരണം ഇത് കാണുന്ന അതർ പോയിന്റ് ഓഫ് വ്യൂലുള്ള ആൾക്കാരുടെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ ഒരാൾ വേണം. അല്ലെ നമ്മൾ ഒരു സൈഡായി പോകും. ഇത് തന്നെ നല്ലത്. ഇങ്ങനെ തന്നെ ഡിറൈവ് ചെയ്ത് വരുന്ന നല്ലത്. ഞങ്ങൾ സെയിം ഐഡിയോളജി ഷെയർ ചെയ്യുന്നവരാണ്. ബട്ട് ഐ ഹാവ് ടു ബി ഓൺ ദ അതർ സൈഡ് ടു ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നത് മാത്രമല്ല, ഇറ്റ് കംസ് ടു മീ ആസ് വെൽ. ഒരു കുഴപ്പമില്ല. അല്ല, അത് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആകത്തുള്ളൂ. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ദൈവത്തെ എങ്ങനെ കാണണമെന്ന് ദൈവം പഠിപ്പിച്ചതുപോലെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഇതിനെ ഈ എഴുതുന്ന കാലഘട്ടം വെച്ചിട്ടാണ് സാധാരണ രീതിയിൽ ലിറ്ററേച്ചറുകാർ വ്യാഖ്യാനിക്കുന്നത്. അത് ശരി, അങ്ങനെ ഒരു ടെക്സ്റ്റിനെ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പം മോസസ് ആണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയത്. മോസസ് ആണല്ലോ ആദ്യമായിട്ട് ദൈവത്തെ ഹി എന്ന് വിളിച്ചത്. അവൻ എന്ന് വിളിച്ചത് മോസസാ. അല്ലെങ്കിൽ മോസസ് ആണെങ്കിൽ, എഴുത്തുകാരൻ മോസസ് ആണെങ്കിൽ, എഴുത്തുകാരൻ മോസസ് തന്നെയാണോ അല്ലയോ എന്നുള്ളതിനകത്ത് ഓൾറെഡി ഒരു ഇതുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി എവിഡൻസസ് ഷോ ദാറ്റ് എന്താണ് മോസസ് തന്നെയാണ്. നമുക്ക് അത് അവിടെ വിടാം. ആ ഒതന്റിസിറ്റി അവിടെ നിൽക്കട്ടെ, ആ ഓതർഷിപ്പ് അവിടെ നിൽക്കട്ടെ. മോസസ് ആണ് ഇത് വിളിച്ചതെങ്കിൽ, മോസസ് ജനിച്ചു വളർന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ പാട്രിയാർക്കി കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് മോസസ് ജനിച്ചു വളർന്നത്. പക്ഷേ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ജീസസ് ക്രൈസ്റ്റും താഴോട്ട് ഇറങ്ങി വന്നിട്ട് അപ്പൻ, പിതാവ് എന്നുള്ള രീതിയിലാണ് ഇതിനെ എന്ത് ചെയ്തത്, പ്രസന്റ് ചെയ്തത്. അതിന്റെ കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒറിജിനേറ്റ് ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിലാണ് ഈ പിതാവ് എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. കാരണം ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവ്, അല്ലെ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ചേർന്ന് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഉണ്ടാകുക. നമ്മള് മെഡിക്കൽ സയൻസ് എടുക്കുക. ഹൂ ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് എന്ന് ചോദിച്ചാൽ ഒരിക്കലും അമ്മയാണോ അച്ഛനെയാണോ പറയുന്നത്? എന്തുകൊണ്ടാ? അത് ഇക്വാളിറ്റി ഇല്ലായ്മയാണോ? ബീജം ക്യാരി ചെയ്യാനുള്ള ഒരു വെസലായിട്ട് മാത്രമേ മെഡിക്കൽ സയൻസ് പോലും അമ്മമാരെ കാണുന്നുള്ളൂ. അത് കുറഞ്ഞ കാര്യമല്ല, ഒരിക്കലും അങ്ങനെ പറയുന്നുമില്ല, അങ്ങനെ അല്ല. പക്ഷേ അവിടെ പ്രധാനം എന്ന് പറയുന്നത് സെമനാണ്, അല്ലാതെ ഓവം അല്ല. എന്നാൽ അതിന് പ്രാധാന്യത ഇല്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ഒരു കുഞ്ഞുണ്ടാകുന്നത്. പക്ഷെ അപ്പോഴും റീസൺ ആരാ എന്ന് ചോദിച്ചാൽ, അതാ എന്റെ പോയിന്റ്, റീസൺ ആരാണെന്ന് ചോദിച്ചാൽ മെഡിക്കൽസ്, ഒരു ഡോക്ടർ എന്ത് പറയാം, അമ്മ കാരണമാണെന്ന് പറയുമോ? അതെന്താണ് എന്റെ ഒരു ചോദ്യം. എന്തുകൊണ്ടാ മെഡിക്കൽ സയൻസ് റീസൺ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ ചൂണ്ടിക്കാണിക്കുന്നു? ഇനി രണ്ട്, ഒരു കുട്ടി ആണാകണോ പെണ്ണാകണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? അമ്മയാണോ അച്ഛൻ? അമ്മയുടെ ക്രോമസോം അച്ഛന്റെ ആണോ? അച്ഛൻ തന്നെ തീരുമാനിക്കണം. അല്ലെങ്കിൽ അച്ഛന്റെ ക്രോമസോം ഇൻവോളണ്ടറി ആണെങ്കിലും അച്ഛന്റെ എന്താണ് ക്രോമസോം ആണ് അല്ലെങ്കിൽ ജീനാണ് തീരുമാനിക്കേണ്ടത് കുട്ടി ആണാണ്. അപ്പം ഒരു കുട്ടിയുടെ സെക്സ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ജെൻഡറിനെ തീരുമാനിക്കുന്നത് ആരാണ്? ഫാദർ ഫിഗറാണ്, ഫാദറാണ്. ഈ റീസൺ എന്നുള്ള അർത്ഥത്തിലാ ദൈവത്തെ ഹീ എന്ന പ്രയോഗത്തിൽ ബൈബിളിൽ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രയോഗിച്ചിരിക്കുക, റീസൺ. അതുകൊണ്ടാ പറഞ്ഞ സകലത്തിനും കാരണഭൂതൻ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സകലത്തിനും കാരണക്കാരൻ. നമ്മൾ ഈ കാണുന്ന സർവത്തിനും കാരണക്കാരനാണോ അവനാ ദൈവം എന്നാ ബൈബിൾ പഠിപ്പിക്കുന്നത്.
ഉം, ഉം. ബിബ്ലിക്കല ഞാൻ ഈ പറയുന്നത്, ബിബ്ലിക്കലി അതാണല്ലോ ചോദ്യം ബൈബിളിനോടാണല്ലോ, എന്തുകൊണ്ട് അതെ, ദൈവത്തെ ഹി എന്ന് ഈ വിളിക്കുന്നു? എന്ന് വിളിച്ചു. അതെ. കാരണക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ അതിനെ തെളിയിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ എവിഡൻസ് ആയിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ മാനുഷികമായിട്ടുള്ള രീതിയിൽ നോക്കാം. ലോകത്തിലെ ഏത് ജീവവർഗങ്ങളെയും എടുത്താൽ നമുക്കിത് കാണാൻ പറ്റും. പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് വിഭാഗമുണ്ട്, പാർത്തനോജെനസിസ് എന്ന് ഞാനത് പറയുന്നത്. പറയാൻ അതിപ്പം നമ്മൾ തൊടുന്നില്ല, അവിടെ ഉണ്ട്, നിൽക്കട്ടെ. ആ, എക്സെപ്ഷൻ ഉണ്ട്, ബട്ട് സ്റ്റിൽ. എക്സെപ്ഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. എന്തുകൊണ്ട് എക്സെപ്ഷൻസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. അതിനൊരു റീസൺ ഉണ്ട്. എല്ലാം കൂടെ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഇതെനിക്ക് തോന്നുന്നു ഇത് ക്ലിയർ ആണ് എന്ന് തോന്നുന്നു. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. റീസൺ എന്താണ് എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഹി എന്നുള്ള പ്രയോഗം യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഫെമിനിസ്റ്റുകൾക്കുള്ള ഒരു ആൻസർ ആയിട്ട് നമ്മൾ അവിടെ ഇടുകയാണ്. ആൻസർ ആണോ വരുന്നത്, വേറെന്തെങ്കിലും ആണോ ഉള്ള ഞാനിപ്പോ എനിവേസ്, നമ്മൾ പറഞ്ഞു വന്നത് ആക്ച്വലി കൊഴിഞ്ഞുപോക്കിന്റെ കാര്യമാണ് അല്ലെ? സോറി, കൊഴിഞ്ഞുപോക്കിന്റെ അല്ല, ഫ്രീഡത്തിന്റെ ഒരു കാര്യമാണ്. അപ്പം അതാണല്ലോ ഇവരെല്ലാം പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോ നമ്മൾ അവസാനം പറഞ്ഞു അല്ല, ഇപ്പൊ വെച്ചത്, നമ്മൾ ഇത്ര നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിനകത്തെല്ലാം ഈ ഫ്രീഡത്തിന്റെ പ്രശ്നമുണ്ട്. ഫെമിനിസം ഒരു ഫ്രീഡത്തിന്റെ പാർട്ടായിട്ടാണ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു ആശയം തന്നെ വന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇതിനകത്ത് വൺ സൈഡ് ആകുന്നില്ല, ചൂസ് ചെയ്യാവുന്നില്ല. ഞാൻ ഒരു കാര്യം ഉള്ളതുപോലെ പറയാം. പാട്രിയാർക്കി എന്ന് പറയുന്നത് ഒരു സത്യമാണ്. സ്ത്രീകളെ നല്ല രീതിയിൽ സപ്രസ് ചെയ്ത് വെക്കാൻ ഇവർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, 100%. ലോകത്തിലുള്ള എല്ലാ കോണ്ടിനെന്റിൽ നിന്നുള്ള സ്ത്രീകളും നൂറ്റാണ്ടുകളായി ഈ അടിമത്വം അനുഭവിച്ചിട്ടുണ്ട്, മാറ്റി നിർത്തൽ അനുഭവിച്ചിട്ടുണ്ട്, മാർജിനലൈസേഷൻ. നമ്മൾക്ക് അവരോട് എപ്പോഴും സിമ്പതിയേ ഉള്ളൂ, എമ്പതിയേ ഉള്ളൂ. അവരുടെ കൂടെ തന്നെ ആ കാര്യത്തിൽ. ഒരിക്കലും ഒരു കാരണവശാലും സ്ത്രീയെ സിമോൺ ഡി ബുവേ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുടെ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. സെക്കൻഡ് സെക്സ് ഒന്ന് ആലോചിച്ചേ, രണ്ടാം കിട ലിംഗക്കാരായിട്ട് ആ സ്ത്രീകളെ കണക്കാക്കണം. അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ടൈറ്റിലാണ് അവരെഴുതിയിരിക്കുന്ന, സെക്കൻഡ് സെക്സ്. അത് എന്ത് പ്രയോഗമാണെന്ന് ഒന്ന് ആലോചിച്ച്. ഒരു കാലത്ത് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്നു, ഇന്നും പല സ്ഥലങ്ങളിലും ആ മാറ്റി നിർത്തൽ അനുഭവിക്കുന്നുണ്ട്. ആ സപ്രഷനിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഒറിജിനൽ ഫെമിനിസം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അത് റിലീജിയന്റെ പ്രോഡക്റ്റ് ആണെന്ന് തന്നെ ഞാൻ പറയും, സംശയമില്ലാത്ത കാര്യം. റിലീജിയന്റെ പ്രോഡക്റ്റ്, നോട്ട് ഫ്രം ഗോഡ്, നോട്ട് ഫ്രം ജീസസ് ക്രൈസ്റ്റ്, നോട്ട് ഫ്രം ബൈബിൾ, ബട്ട് ഫ്രം റിലീജിയൻ. അതാ ഞാൻ പറയുന്നത്, റിലീജിയന്റെ പ്രോഡക്റ്റാ. നമുക്ക് ഇതിനകത്തൊന്നും എക്സെപ്ഷൻ ഇല്ല. നമ്മൾ അതിനകത്ത് ന്യായീകരിക്കാനും നമ്മളില്ല, ന്യായീകരിച്ചാൽ നിക്കത്തില്ല. ചരിത്രബോധമുള്ള ഒരു വ്യക്തിയും അതിനെ ന്യായീകരിച്ച് നമുക്ക് നേടാൻ പറ്റത്തില്ല. സ്ത്രീകൾ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ഈ പ്രസന്റ് ഡേയിൽ നോക്കിയാൽ തന്നെ there are speakers who mention women as ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫീരിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരുപാട് സ്പീക്കേഴ്സ് ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും പബ്ലിക്കലി ഈവൻ വീഡിയോസ് അവൈലബിൾ ഇൻ യൂട്യൂബേഴ്സ്. അല്ല, ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുമായിരുന്നേ, ഞെട്ടിപ്പോയി ഞാൻ. അതിനകത്ത് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ മോട്ടിവേറ്റ് ചെയ്യുന്ന ആള് പറയാ, ഒരു സ്ത്രീക്ക് അത് സാധിച്ചെങ്കിൽ. തീർന്നില്ലേ ആ സ്റ്റേറ്റ്മെന്റോടുകൂടി പരിപാടി? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അതെ, ഒരു സ്ത്രീക്ക് അത് സാധിച്ചെങ്കിൽ വൈ നോട്ട്? എന്തുകൊണ്ടൊരു സ്ത്രീക്ക് സാധിക്കില്ല? അപ്പൊ ഇവരുടെ ഉള്ളിൽ ഇത് കിടക്കുക, ഒരു സ്ത്രീക്ക് സാധിക്കത്തില്ല സ്വാഭാവികമായിട്ട്, പക്ഷെ സാധിച്ചു, ഏതാണ്ട് വലിയ കാര്യം പോലെ. അപ്പം ഓൾറെഡി അത് ഉള്ളതാ, അത് നമുക്കൊരിക്കലും നമ്മൾ അതിനെ കളഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും, ഡിയർ ഫെമിനിസ്റ്റ്, നിങ്ങൾ ഒരിക്കലും അത് ബൈബിളിന്റെ പ്രോഡക്റ്റ് ആണെന്ന് പറയരുത്. ബൈബിളിന്റെ പ്രോഡക്റ്റ് ആണെന്ന് ക്രൈസ്റ്റിന്റെ മെസ്സേജ് ആണെന്നോ ക്രിസ്ത്യൻ മെസ്സേജ് ആണെന്നോ നിങ്ങൾ പറയരുത്. അതെ, അത് പറയുന്നുണ്ട്, നമുക്ക് അതിന് കൂടെ സംസാരിക്കാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അത് ടെക്സ്റ്റിലേക്ക് വരണം. നിങ്ങൾ ടെക്സ്റ്റിലേക്ക് വന്ന ടെക്സ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് സംസാരിച്ചു. അപ്പൊ അവിടെ നമ്മൾ ഫ്രീഡത്തെ കുറിച്ച് സംസാരിച്ചു. ഓക്കെ, അപ്പോ നമ്മൾ ഈ പാട്രിയാർക്കി അല്ലെങ്കിൽ ഫെമിനിസം ഇതിലേക്കൊക്കെ വന്നത് ഈ കൊഴിഞ്ഞുപോക്കിനെ സംബന്ധിച്ചും ഫ്രീഡത്തെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണല്ലോ. പിന്നെ രണ്ടാമതൊരു കാര്യം നമുക്ക് മുമ്പിലുള്ളത്, ഒരു പക്ഷേ അത് ശതമാനം കുറവായിരിക്കും, ഈ ബൈബിളിലെ വാക്യങ്ങളുടെ കോൺട്രഡിക്ഷൻസ് കണ്ട് മാറിപ്പോകുന്ന ആൾക്കാർ. ഉദാഹരണത്തിന് നമ്മുടെ കമന്റ്സ്, ലാസ്റ്റ് വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ തന്നെ നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം ചോദിക്കുന്നത്, ദ വോൾഫ് എന്ന പേരുള്ള അദ്ദേഹം ചോദിക്കുന്ന കമന്റ് ഇതാണ്:
അദ്ദേഹം ബൈബിളിൽ ഒരു വാക്യം പറയാ, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഫറവയോട് മോശയെ കൊണ്ട് അപേക്ഷിപ്പിച്ചിട്ട് ഫറവോയുടെ ഹൃദയം കഠിനമാകുന്ന ദൈവം, അതുപോലെ കൊല ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കൽപ്പന കൊടുത്തിട്ട് പ്രളയം കൊണ്ട് ജനത്തെ നശിപ്പിക്കുന്ന ദൈവം, എന്നിങ്ങനെ ദൈവത്തിന്റെ കൽപ്പനകൾ ഉണ്ടായിട്ടും അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് അദ്ദേഹം കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള കോൺട്രഡിക്ഷൻസ് കണ്ടുകൊണ്ട് ദൈവം ശരിയല്ല എന്ന് പറയുന്നത്, ബേസിക്കലി നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ക്രൂരനായ ദൈവം, ദ ക്രൂവൽ ഗോഡ് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ ഇത് കണ്ടുകൊണ്ട് മാറിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കും കൃത്യമായ ആൻസർ കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ കൃത്യമായി അതിനെ കാണാത്തത് കൊണ്ടാണ്, പഠിക്കാത്തത് കൊണ്ടാണെന്നേ നമ്മൾ പറയും. അപ്പം ഈ ഈ ഒരു വിഭാഗം വളരെ ചെറുതാണ്, പക്ഷെ എങ്കിലും അങ്ങനെ ഉള്ള ആൾക്കാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? എനിക്കൊന്ന് സേതുവിന്റെ ലൈഫിൽ തന്നെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കോൺട്രഡിക്ഷൻസ് മൂലം തെറ്റിപ്പോകുന്നവരാണെന്ന് തോന്നുന്നു കൂടുതൽ. കാരണം എന്താന്ന് പറഞ്ഞാൽ, അലമീൻ ബൈബിളിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് കോൺട്രഡിക്ഷൻ കണ്ടിട്ട് തെറ്റിപ്പോകുന്നവരാ. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം കൊഴിഞ്ഞുപോക്കലിന് ഈ പറഞ്ഞതുപോലെ പേഴ്സണൽ റീസൺസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാസ്റ്റേഴ്സുമായിട്ടുള്ള വിഷയം, സഭയിലുള്ള വിഷയം, അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. അതല്ലാതെ തന്നെ അത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ കോൺട്രഡിക്ഷൻസ് കൂടുതലായിട്ട് ഇവർ കണ്ടുപിടിക്കുകയും ഇവരെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. അത് ഇവരെ സഹായിക്കുന്നത് എന്ത്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവരെ ആ എത്തിസത്തിൽ തന്നെ നിർത്താൻ ഒരു കാരണം ഈ കോൺട്രഡിക്ഷൻസ് ആകുന്നുണ്ട്. അത് വലിയ പ്രശ്നമാണ്. അപ്പം നമ്മൾ അതാണല്ലോ വിഷയം. അതായത് ഈ പഴയ നിയമത്തിൽ കാണുന്ന ഒരു ദൈവത്തിനിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ദൈവത്തെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ യേശു പ്രസന്റ് ചെയ്യുന്നു. അങ്ങനെ പ്രസന്റ് ചെയ്യപ്പെടുന്ന ആ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ കീറാമുട്ടിയായിട്ട് നിൽക്കുക. പെട്ടെന്ന് നമുക്ക് ഇതിനൊരു ഉത്തരം കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത്, കാരണം ഇത് ഡയറക്ട്ലി ബുദ്ധിമുട്ടാണ്. അതെ അതെ അതെ. ഓക്കെ, നമുക്കൊരു കാര്യം, ഡയറക്ട്ലി വിസിബിൾ. ഈ കമന്റ് തന്നെ എടുക്കുക, ഇദ്ദേഹത്തിന് നമുക്കൊരു മറുപടി കൊടുക്കുക. അദ്ദേഹം എന്തായാലും ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് കമന്റ് ചെയ്താണല്ലോ ഇപ്പൊ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പം കാണുന്ന ആൾക്കാർക്കും അതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിക്കോട്ടെ, ഗെറ്റ് പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ ഫ്രോം എനിവൺ എൽസ്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്. ഞാൻ പിന്നീട് ഈ കമന്റ് ഇവിടെ ഞാൻ പിൻ ചെയ്യാം, കാണിക്കാം. അപ്പൊ ഈ കമന്റിൽ അദ്ദേഹം ചോദിക്കുന്നത് ഒരു 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഫറവയോട് മോശയെ കൊണ്ട് അപേക്ഷിപ്പിച്ചിട്ട് ഫറവോയുടെ ഹൃദയം കാഠിന്യം ആക്കുന്ന ഒരു ദൈവം. അതുപോലെ കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കൽപ്പന കൊടുത്തിട്ട് പ്രളയം കൊണ്ട് ജനത്തെ നശിപ്പിക്കുന്ന ഒരു ദൈവം. പിന്നെ ഊനമുള്ളതിനെയും ഊനമില്ലാത്തതിനെയും സൃഷ്ടിച്ചിട്ട് ഊനമില്ലാത്തത് തന്നെ യാഗം കഴിക്കണം എന്ന് പറയുന്ന ദൈവം. അദ്ദേഹം ചോദിക്കുന്ന ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ദൈവം മറ്റുള്ള പുരാണങ്ങളിലെ ദൈവം പോലെയുള്ള അല്ലേ ഉള്ളൂ? ഇതിനകത്ത് എന്താണ് വ്യത്യാസം? അപ്പൊ പിന്നെ ആൾക്കാര് നിരീശ്വരവാദിയായി പോകുന്നതിന് നിങ്ങൾക്ക് എന്ത് തെറ്റാ പറയാൻ പറ്റുന്നതെന്ന് ആണ് അദ്ദേഹം ചോദിക്കുന്നത്. നല്ല ചോദ്യം. അത് നല്ല ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ ലോജിക്കൽ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ ദൈവനിഷേധിയായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അതിനൊരു വിശ്വാസിക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് ഞാൻ പറയുന്നത്. അതൊരു എത്തീസ്റ്റിന്റെ ചോദ്യമായിട്ടോ അല്ലെങ്കിൽ ദൈവനിഷേധിയുടെ ചോദ്യമായിട്ടോ ഒന്നും അല്ലാതെ ഒരു വിശ്വാസിയാ ശരിക്കും ഇത് ചോദിക്കേണ്ടത്. അതെന്താ അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം? അത് ചോദിക്കേണ്ടത് ആരോടാണെന്നറിയാമോ? ദൈവത്തോട് തന്നെ. കാരണം ഈ ബുക്കിന്റെ ഉത്തരവാദി ദൈവമാണ്. അതാണ് ഇൻസ്പിരേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പലപ്പോഴും ബൈബിൾ ദൈവശാസ്ത്രീയമാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇത് വേർഡ് ബൈ വേർഡ് ദൈവം ഇങ്ങനെ കൈപിടിച്ച് എഴുതിപ്പിച്ചാണ്. അങ്ങനല്ല. ഇതിന്റെ എസൻസ്, കോർ, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വന്നിട്ടുള്ള, മാനുഷികമല്ല. അതാണ് ദൈവശ്വാസ്യം എന്ന് പറയുന്നത്. 2, ഇതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അത് ദൈവത്തിന്റെ അനുവാദമില്ലാതെ അതിനകത്ത് എഴുതപ്പെട്ടിട്ടില്ല. നമ്മൾ ഈ ബേസ് ഒന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഈ ചോദ്യം ചോദിച്ച വ്യക്തിയോടും കൂടെയാണ് ഈ ബേസ് ഒന്ന് മനസ്സിലാക്കുക. 2 കാര്യം. ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായ കോർ ഐഡിയ ഇതിനകത്തുണ്ട്. 2, ദൈവം അനുവദിക്കാതെ ഒരു വേർഡ് പോലും ഇതിനകത്ത് വന്നിട്ടില്ല. ഇനി ഇങ്ങനൊരു ദൈവത്തെ എഴുത്തുകാരൻ പ്രസന്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ കൊന്നുകളയുന്ന ദൈവത്തെ ഒഴിവാക്കാമായിരുന്നല്ലോ എന്നൊരു ചോദ്യമില്ലേ? ലോജിക്കലി ഇവരുദ്ദേശിക്കുന്ന ഇവരുടെ റിലീജിയനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണെങ്കിൽ ഈ ദൈവത്തിന്റെ ഡിഫക്റ്റുകളെ ഇവർക്ക് എന്ത് ചെയ്യാമായിരുന്നു?
മാറ്റി ഒഴിവാക്കാൻ പറ്റും. വെക്കാമായിരുന്നു. ദൈവം ഉം. സ്നേഹിച്ചത് മാത്രം എഴുതിയാൽ പോരായിരുന്നോ? എഡിറ്റ് ചെയ്യായിരുന്നു. തീർച്ചയായിട്ടും. എഡിറ്റിംഗ് ഉണ്ടല്ലോ ഇതിനകത്ത്. റിഡാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഉം. റിഡാക്ടേഴ്സ് ഉം. ഇത് വായിച്ച് ഇതിനകത്ത് നിന്നുള്ള കാര്യങ്ങള് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയുക എന്നുള്ളതല്ല, കൃത്യമാക്കി അടുക്കി വെച്ച റിഡാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അവർക്കത് ചെയ്യാമായിരുന്നു, അവരത് ചെയ്തില്ല. ഇനി ഇത് പിന്നീട് സെപ്റ്റോജന്റ് ആക്കി. സെപ്റ്റോജന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഗ്രീക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ സമയത്ത് കുറച്ചുകൂടെ ഇന്റലക്ച്വലി ഉയർന്ന ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. കാരണം ഗ്രീക്കരെന്ന് പറഞ്ഞാലേ ഫിലോസഫേഴ്സാ ബേസിക്കലി. അവർ നല്ല ബുദ്ധിയുള്ളവരാ. അവരിത് വായിച്ചപ്പോഴും അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, അവരിത് കട്ട് ചെയ്തില്ല. ഇനി അതും കഴിഞ്ഞിട്ട് ഇത് കാനനൈസ് ചെയ്തല്ലോ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ പിന്നീട് നിക്ക സുനഹദോസി വെച്ചിട്ട് ഇത് കാനനൈസ് ചെയ്തപ്പോ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് തരാമായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ചാൻസസ് വേർ ദേർ. ഇതെല്ലാം റിമൂവ് ചെയ്യാനുള്ള ചാൻസസ് പല തവണ ആളുകളുടെ കയ്യിൽ കിട്ടിയിട്ടും എന്തുകൊണ്ടായിരിക്കും ഇതൊന്നും മറച്ചു വെക്കാതെ മുഴുവനായിട്ട് നമുക്ക് തന്നത്? എനിക്ക് തോന്നുന്നു ഈ ടെക്സ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. മാത്രം എഴുതി നിങ്ങൾക്ക് പ്രസന്റ് സെലക്ട് ചെയ്തിട്ട് ബുക്ക് ആയിരുന്നു. അങ്ങനെ ചിന്തിക്കാവല്ലോ അല്ലെ? ലോജിക്കലി ചിന്തിക്കാവല്ലോ നമുക്ക്. ഇനി ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. ദാവീദിന്റെ കാര്യം എടുക്കാം. ദൈവത്തിന്റെ ഹൃദയപ്രകാരം പക്ഷെ ഒരുപാട് പേര് കുറ്റം പറയുന്ന ഒരു പോർഷനാണ്. പക്ഷെ എല്ലാരും മറക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് വാസ് ഡേവിഡ് ആസ് എ മിയർ ഹ്യൂമൻ ഹു ഡിഡ് ദ റോങ് തിങ്. പക്ഷേ അത് കളയാതെ അവിടെ വെച്ച് ദൈവം അവിടെ വെച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി അത് ദാവീദിനെ വെറുതെ വിട്ടില്ല കർത്താവ്. എല്ലാവരും മുമ്പ് എക്സ്പോസ് ചെയ്തു. വിട്ടില്ലെന്ന് മാത്രമല്ല ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ആ മനുഷ്യൻ നീ തന്നെ നാഥാൻ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചു ഒരു സീനുണ്ട്. അതെ, കേട്ടിട്ടുണ്ടായിരിക്കും. നാഥാൻ പ്രവാചകൻ തുറന്നു പറയാ, അത് വേറെ ആരുമല്ല നിന്നെ കുറിച്ച് തന്നെ പറയുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ മൂടി വെക്കാമായിരുന്നല്ലോ. ദാവീദിനെ കുറിച്ച് പറഞ്ഞ ഹി വാസ് എ മാൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ, മാൻ ആഫ്റ്റർ ഗോഡ്സ് ഹാർട്ട്. ചെറിയ കാര്യമല്ലത്. പക്ഷെ അതേ മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ പാപം, ഒരു മനുഷ്യനെ ചതിയിലൂടെ കൊന്നു കളഞ്ഞിട്ട് ആ മനുഷ്യന്റെ ഭാര്യയെ കൈക്കലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായ പാപമാണ്. അത് ചെയ്ത മനുഷ്യനാ ദാവീദ്. ദാവീദിനെ എന്തുകൊണ്ട് അത് കട്ട് ചെയ്തില്ല എന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഉണ്ടോ അത് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. അങ്ങനെയെങ്കിൽ ഇത് വേണമെങ്കിൽ തിരുത്താമായിരുന്നു എന്നുള്ളൊരു ഓപ്ഷൻ നിൽക്കെ തന്നെ അത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ട്, ഒരു കാര്യമുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റീസൺ, ഇപ്പൊ ഈ റീസണബിൾ ആയിട്ട് ചോദിച്ച പോലെ അതേ റീസൺ വെച്ച് ചിന്തിക്കണം. ഈ ഇദ്ദേഹത്തിന് നമുക്കിപ്പോ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല, എങ്കിലും നമുക്കൊരു ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ഒരു ഉത്തരം കൊടുക്കണം. ഇപ്പൊ പറയാം, ഞാൻ പറഞ്ഞുതരാം. ഫറവോന്റെ കാര്യം തന്നെ എടുക്കാം. ഫറവോന്റെ കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഫറവോയോട് മോശയെ കൊണ്ട് അപേക്ഷിപ്പിച്ചത്. അതായത് മോശ ഫറവോയോട് അപേക്ഷിച്ചിട്ട് എന്നിട്ടും അദ്ദേഹത്തിന്റെ ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കിയ ദൈവം അത് എന്തുകൊണ്ടാണെന്നാണ്, അങ്ങനെ ഒരു ദൈവം നല്ല ദൈവമാണോ അദ്ദേഹത്തിന്റെ ചോദ്യം. അതെ. അപ്പോ നമുക്ക് ഇതിന്റെ ഒരു ചെറിയ കോണ്ടെക്സ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. സംഭവം എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാൻ മേലാത്ത ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ട്. അപ്പൊ അവരെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. ഇസ്രായേൽ മക്കള് 400 കൊല്ലമായിട്ട് മിസ്രൈമിന്റെ, അതായത് ഈജിപ്തിന്റെ അടിമത്തത്തിന്റെ കീഴിൽ കിടക്കുകയാണ്. അവർക്കൊരു ഡെലിവറൻസ് വേണം. അതിനുവേണ്ടി ഒരു റിഡംറ്ററെ, ഒരു വീണ്ടെടുപ്പുകാരനെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. മോസസ് എന്നാണ്, അല്ലെ മോശ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം ഇദ്ദേഹം ചെന്ന് മിസ്രൈമിന്റെ സർവാധികാരിയായ പരമാധികാരിയായ ഫറവോയോട് ചെന്ന് പറയുക, തന്റെ ജനത്തെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി വിട്ടുതരണമെന്ന്, ഞാനാകുന്നു എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. അയാം ദാറ്റ് അയാം എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ചോദിക്കുമ്പോൾ പറയുന്ന പേരിതാ, ഈ ദൈവം പറയുന്നു, അതുകൊണ്ട് വിട്ടയക്കണമെന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. അപ്പം യഹോവ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി എന്ന് പറയുന്നതിന് മുമ്പുള്ള വചനങ്ങൾ കൂടി നമ്മൾ വായിക്കണമല്ലോ. അങ്ങനെ പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യം ശ്രദ്ധിച്ച്, ഇത് ഞാൻ പറയുന്നത് ഓഡിയൻസിനോടാ, ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ സ്വൈര്യം വന്നു എന്ന് ഫറവോൻ കണ്ടാറെ യഹോവ അരുളി ചെയ്തതുപോലെ അവൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി. ആര്? ഫറവോ. അടുത്തത്, എന്നാൽ ഫറവോൻ ഈ പ്രാവശ്യവും തന്റെ ഹൃദയം കഠിനമാക്കി. ആര്?
ഫറവോ. എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തതുപോലെ അവൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി. ആര്? ദൈവം. അപ്പൊ ആദ്യം ഹൃദയത്തെ കഠിനമാക്കിയത് ആരാ? ഫറവോ. അതപ്പൊ ആരുടെ ചോയ്സാ കഠിനമാകണമെന്നുള്ളത്? കംപ്ലീറ്റ്ലി ഫറവോയുടെ ചോയ്സ്. ഫറവോയുടെ ചോയ്സാ. ഞാൻ ചോദിക്കുന്നത്, ഈ ചോദ്യം ചോദിച്ച വ്യക്തി ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കാര്യം ഈ ചോദ്യം ചോദിച്ച വ്യക്തി ആകട്ടെ, ഏതൊരു വ്യക്തികളും ആയിക്കോട്ടെ, ഒരു കാര്യം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത കാര്യത്തെ അംഗീകരിക്കുന്നതാണോ ഒരു നല്ല ദൈവത്തിന്റെ ലക്ഷണം? അതോ ഫോഴ്സ്ഫുള്ളി അത് മാറ്റുന്നതാണോ ഒരു നല്ല ദൈവത്തിന്റെ ലക്ഷണം? എന്തായിരിക്കും ലോജിക്കലി ഉള്ള ആൻസർ? ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ദൈവം ഇന്റൻഷനലി ചെയ്യുന്നതല്ല, മറിച്ച് ദൈവം ആദ്യമേ തന്നെ ഭൂമിയുടെ സർവ്വ അധികാരവും മനുഷ്യന് കൊടുത്തതാണ്. ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് പിടികിട്ടത്തുള്ളൂ. അതായത് ഭൂമിയെ മുഴുവൻ ഉണ്ടാക്കി സർവ്വതും മനുഷ്യന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞത്, ഇതിന്റെ മേല് നീ റൂൾ ഓവർ ചെയ്യാനാ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞ സകലത്തിന്റെ മേലും എന്ത് ചെയ്യണം? വാഴണം. വിച്ച് മീൻസ് ഈ അധികാരം ഞാൻ ആർക്ക് തരുന്നു? നിനക്ക് തരുന്നു. സകലത്തിന്റെ മേലും, ഇൻക്ലൂഡിങ് യുവർ ഫ്രീ വിൽ. നിങ്ങളാണ് നിങ്ങളുടെ ഫ്രീ വില്ലിന്റെ അധികാരം. ഉദാഹരണം ഞാൻ പറയാം. ഹിറ്റ്ലർ 60 ലക്ഷം വരുന്ന യഹൂദന്മാരെ കൊന്നു തള്ളിക്കൊണ്ടിരുന്നപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു? നമുക്ക് സംസാരിക്കേണ്ട വിഷയമാ. ഇത്രയേറെ ദാരിദ്ര്യത്തിലൂടെ മനുഷ്യർ കടന്നു പോകുമ്പോൾ, മരിക്കുമ്പോൾ ദൈവം എവിടെയാ? ചോദ്യമില്ലേ? തീർച്ചയായിട്ടും. ദൈവത്തിന്റെ ജനമാണ് ഇസ്രായേൽ ജനം. അവരാണ് ഈ പറഞ്ഞ പോലെ ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗോഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്ന് വേണേ എതിയസ്റ്റുകൾക്ക് പറയാം. അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ദൈവത്തിന് വേണേ ഫറവോന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയത്തില്ലേ, ഇത് എന്റെ ജനമാണ്, നീ ഇവരെ വിടണം എന്ന് പറഞ്ഞാൽ പിന്നെ ഫറവോന് എതിർവാക്ക് പറയാൻ പറ്റുമോ? കാരണം ദൈവമല്ലേ മുന്നിൽ വന്ന് നിൽക്കുന്നത്.